അവരുടെ പ്ലേസ്മെന്റ് അനുഭവങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോണേ. ആൻഡ് നമ്മള് സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഹൻ റോയ് ആൻഡ് പ്ലേസ്ഡ് വൈസ്റ്റിയൻ ആൻഡ് വർഷ ശർമ്മ പ്ലേസ്ഡ് സ്നൈഡർ ഇലക്ട്രിക്, ആൽബിൻ സന്തോഷ് പ്ലേസ്ഡ് ഇഗ്നേറ്റേറിയം ആൻഡ് റിജിനസ് ജേക്കബ് പ്ലേസ്ഡ് ടാറ്റ എലക്ട്രിക്. സോ if everyone is ready, let's welcome our first speaker, റോഹൻ ചേട്ടൻ. റോഹൻ ചേട്ടാ ഒന്ന് സംസാരിക്കാവോ ചേട്ടന്റെ പ്ലേസ്മെന്റ് അനുഭവങ്ങളൊക്കെ? ആൻഡ് റോഹൻ ചേട്ടൻ ഇപ്പോ വിസ്റ്റേണിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം റോഹൻ ചേട്ടൻ. ഹലോ അർജുൻ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എൻ്റെ റോഹൻ, ഞാൻ വിസ്റ്റോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലേസ്മെന്റ് അനുഭവങ്ങൾ പറയുവാണെങ്കിൽ ഇതുപോലെ നിങ്ങളെപ്പോലെ ഇപ്പോൾ നിങ്ങൾ കടന്നു വന്നൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പ്ലേസ്മെന്റ് സീസൺ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ S6 എക്സാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന കമ്പനികൾ ഷ്നൈഡർ ഇലക്ട്രിക്കും ടെക്സസ് ഇൻസ്ട്രുമെന്റ്സും ആണ്. അപ്പോൾ ഇതിന്റെ എക്സാം ഓഡിയോ കേൾക്കുന്നില്ല. ഓക്കെ, 1 സെക്കൻഡ്. ഹലോ, കേൾക്കാമോ? കേൾക്കാടാ. ഓക്കെ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ S6 എക്സാം തീരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ പ്ലേസ്മെന്റ് എക്സാം തുടങ്ങിയിരുന്നു. അപ്പോൾ ഷ്നൈഡർ ഇലക്ട്രിക്കും ടെക്സസ് ഇൻസ്ട്രുമെന്റ്സും വന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും അവർ ടാർഗറ്റ് ചെയ്യുന്ന 2 കമ്പനീസാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ എക്സാംസ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഡെസ്പറേറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് അന്ന് കൂടെ ഉള്ള എല്ലാവരും തന്നെ വീട്ടിൽ പോയി. അന്നത്തെ ഒരു ശോകാവസ്ഥയായിരുന്നു. ആ ടെക്സസ് ഇലക്ട്രിക്കലിൽ നിന്ന് ആരും എടുത്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഡിലോയിറ്റിന്റെ എക്സാം വന്നു. അതുകൂടാണ്ട് വിസ്റ്റോൺ എന്നൊരു കമ്പനി വിളിച്ചു. ഈ വിസ്റ്റോണിനെ പറ്റി അന്ന് ഞാൻ കേട്ടിട്ട് കൂടിയില്ല. അപ്പോൾ ഡിലോയിറ്റ് ആയിരുന്നു എൻ്റെ എയിം, സത്യം പറഞ്ഞ. അങ്ങനെ ഞാൻ ഡിലോയിറ്റിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. മെയിനായിട്ട് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മെന്റൽ എബിലിറ്റി ഇല്ലേ, അത്. പിന്നെ അത് ഈ MBAയുടെ ഈ കാറ്റ് കോച്ചിങ്ങിന്റെ എൻ്റെ കുറെ കൂട്ടുകാരൊക്കെ കാറ്റ് കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഞാൻ പഠിച്ചു തുടങ്ങി. അതുകൂടാതെ ഡിലോയിറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്ന SQL എന്ന് പറഞ്ഞൊരു SQL ഡാറ്റാബേസ് ഇത്. ആ ക്വയറീസ് ഒക്കെ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം വന്നത് വിസ്റ്റോണിന്റെ എക്സാം ആണ്. വിസ്റ്റോണിന്റെ എക്സാമിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് മെന്റൽ എബിലിറ്റി ഒക്കെയാണ് ചോദിച്ചത്. മെന്റൽ എബിലിറ്റി പിന്നെ കൂടാണ്ട് എംബഡഡ് സിയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതായത് റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ അവസാനത്തെ മൊഡ്യൂളിലെ സാധനങ്ങളാണ് അതെല്ലാം. ഞാൻ തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി യാതൊരു പിടുത്തവും. അപ്പോൾ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബേസിക് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സിമ്പിൾ 2 ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം കോഡിങ്ങിനെ പറ്റി അത്യാവശ്യം C++ ഒക്കെ എന്തെങ്കിലും അറിയാവുന്നവനാണ് സുഖമായിട്ട് എഴുതി പോകുന്ന 2 കോഡിംഗ് ക്വസ്റ്റ്യൻസ്. അത് 2 എനിക്ക് കിട്ടി. പക്ഷേ എംബഡഡ് സിയുടെ ചോദ്യം മാത്രമേ എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാം തന്നെ ഞാൻ ആപ്റ്റിറ്റ്യൂഡൊക്കെ അത്യാവശ്യം മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വിസ്റ്റോണിന്റെ എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നു. അങ്ങനെ വിസ്റ്റോൺ ഇന്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്തു. ഇന്റർവ്യൂവിൽ ആദ്യം മെയിനായിട്ട് GD ചോദിച്ചു. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇതിന് ആരെയും ഫിൽട്ടർ ഒന്നും ചെയ്തില്ല. ബട്ട് ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിന് ഞങ്ങളെ വിളിച്ചു. അത്യാവശ്യം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിജിറ്റലിന്റെയും. ഇപ്പോൾ ചെറുതായിട്ട് ഇലക്ട്രോണിക്സ് അധികം ചോദിച്ചില്ല. ഇപ്പോൾ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തിനാ ഈ ബ്രേക്ക് ഇടുന്നത്, ഓരോ സ്വിച്ച് കേസസിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ലെവൽ സാധനങ്ങളെ ചോദിച്ചുള്ളൂ. പിന്നെ പോയിന്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ 2 വേരിയബിൾസ് സ്വാപ്പ് ചെയ്യുക, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള
കാര്യങ്ങളെ ചോദിച്ചുള്ളൂ. അങ്ങനെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവർ സ്വിഗ്ഗിയുടെ ഒക്കെ ഒരു ഹൈ ലെവൽ ഡയഗ്രാം വരയ്ക്കാമെന്ന് ചോദിച്ചു. ഈ ഹൈ ലെവൽ ഡയഗ്രാം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ബേസിക് ലേഔട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ HR ഇന്റർവ്യൂ ആയിരുന്നു. HR ഇന്റർവ്യൂവിൽ കുഴപ്പമില്ലായിരുന്നു. എന്നെ ഫ്യൂച്ചർ പ്ലാനൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു വൈബാന്ന് പറഞ്ഞു. അധികം അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ ആദ്യം തന്നെ പ്ലേസ്ഡ് ആയി. അതുകൊണ്ട് പിന്നെ അങ്ങ് ചില്ലടിച്ചു. പിന്നെ ഞങ്ങൾക്ക് SI2 ഒക്കെ ഞാൻ കോളേജിൽ കയറിയിട്ടില്ല. എനിക്ക് SI2 എന്ന് പറയുമ്പോൾ ഫുൾ ഇന്റേൺഷിപ്പിന് പോയേക്കുമായിരുന്നു. ജനുവരി 22 ആണ് ഞങ്ങളുടെ SIT വട്ടം തുടങ്ങിയത്. അന്ന് മുതൽ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. 6 months ഇന്റേൺഷിപ്പ് ആയിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 28 തീർന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് ജേണി. അപ്പോൾ അതേ ഉള്ളൂ. അതാണ് ഇന്റേൺഷിപ്പ് ജേണി ഞങ്ങളുടെ ഈ വട്ടത്തെ. ഇന്റേൺഷിപ്പ് പ്ലസ് അത് ഫുൾ ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ പിന്നെ ഞാൻ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറയുമ്പോൾ ലീഡ് കോഡിൽ ബ്ലൈൻഡ് 75 ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഇത് ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇപ്പോൾ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ അർജുന, അപ്പോൾ അത്യാവശ്യം ഇതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് റാം ചേട്ടാ. ഇപ്പോ നല്ലൊരു സെഷൻ ആയിരുന്നു. ആൻഡ് ഇനി അടുത്ത് നമുക്ക് വർഷ ചേച്ചിനെ വിളിക്കാം. വർഷ ചേച്ചി ഈസ് ഫ്രം സ്നൈഡർ ഇലക്ട്രിക്. അപ്പോ സോ ലെറ്റ്സ് വെൽക്കം വർഷ ചേച്ചി. ഹായ് എവരിവൺ. കേൾക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഓഡിബിൾ അല്ലേ? ഓഡിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്യാൻ എനിവൺ ഒരു തംസ് അപ്പ്? കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം വർഷ ശർമ്മ. അപ്പം ഞാൻ പ്ലേസ്ഡ് ആയ കമ്പനി സ്നൈഡർ ഇലക്ട്രിക്. സോ ഇലക്ട്രിക്കലിലാണെങ്കിൽ ഫോർത്ത് ഇയർ ആയവരൊക്കെ പ്രോബ്ലി ഓൾറെഡി അറിഞ്ഞു കാണും. നിങ്ങൾക്ക് തന്നെ ഇന്റേൺഷിപ്പിന്റെ എന്തോ ഇത് വന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു സ്നൈഡർ ഇലക്ട്രിക്കിന്റെ. ബാക്കിയുള്ളവരാണേലും വഴി അറിയും. സോ നമ്മുടെ ബാച്ചിൽ സ്നൈഡറിൽ 4 പേരാണ് പ്ലേസ്ഡ് ആയത്. സോ അവർ ആദ്യം വന്നപ്പം അവർ ഒരാളെ എടുത്തുള്ളൂ ഇലക്ട്രിക്കലിൽ നിന്ന്. പിന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ദേ ടുക്ക് 3 people. സോ പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് അവർ വന്നു. എന്നിട്ടാണ് അവർ ടുവേർഡ്സ് ചെയ്യേണ്ടത്, അതായത് ഞങ്ങളുടെ SITന്റെ ഒരു സമയത്താണ് അവർ രണ്ടാമത് വന്ന് 3 പേരെയും കൂടെ എടുത്തത്. സോ അങ്ങനെ യൂഷ്വലി വരാറില്ല, പക്ഷെ ഇത്തവണ അവർക്ക് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. സോ ദേ കേം ആൻഡ് ടുക്ക്. അപ്പം ഇങ്ങനെയാണ് അവർ യൂഷ്വലി ഇത്ര 4-5 പേരെയൊക്കെയാണ് എടുക്കാറുള്ളത്. So ആദ്യം ഞാൻ I'll tell you about how the company recruits. So first they come and അവരിങ്ങനെ JD ഒക്കെ തരും. ഞാൻ ആ ജോബ് ഡിസ്ക്രിപ്ഷന്റെ PDF കാണിച്ചു തരാം. സോ ഒരു they'll give the JD. അപ്പം അവർ മോസ്റ്റ്ലി 3 റോൾസിലേക്കാണ് ഹയർ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ടെക്നിക്കൽ ആയിട്ട് 2 റോൾസും ഉണ്ട്, പിന്നെ ഒരു ടെക്നോ കമേഴ്ഷ്യൽ റോളും ഉണ്ട്. സോ ദ ടെക്നിക്കൽ ആയിട്ട് 2 റോൾസ് ആർ R&D and E&A. സോ R&D is research and development, you know. പിന്നെ E&A is electrical automation. അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ അവർ അപ്ലൈഡ് ചെയ്യുന്ന 3 പേരെ എടുത്തത് ഓട്ടോമേഷനിലേക്കാണ്. പിന്നെ എന്നെ എടുത്തത് IO-യിലേക്കാണ്. IO ഇസ് ദ തേർഡ് വൺ. അത് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എന്നാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോൾ. ടെക്നോ കമേഴ്ഷ്യൽ റോൾ എന്നാണ് അവർ JD-യിൽ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. സോ ആദ്യമേ ഞാൻ പറയാണ്, ദിസ് ഇസ് നോട്ട് എ പ്യൂർലി ടെക്നിക്കൽ റോൾ. ഇതൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോളാണ്. പക്ഷെ നമുക്ക് അതിനെ പ്യൂർലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ കോർ കമ്പനി. സോ if you don't know the basic concepts, you can't do sales and marketing in a company like Schneider Electric. So it's a mix of both. അപ്പം എനിക്ക് ആദ്യം മുതലേ ഫ്രം ഫസ്റ്റ് ഇയർ I wanted only ഒരു ഇങ്ങനത്തെ റോൾ. I didn't want to go into a purely technical role. അപ്പം ഞാൻ വന്നപ്പോഴേ ഇപ്പം നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റും വിച്ച് പെരിമീറ്റർ യു വോണ്ട് ടു വർക്ക് ഇൻ. അതായത് R&D വേണോ, E&A വേണോ, അതോ IO വേണോ. സോ അതിനുള്ള ഓപ്ഷൻ നമുക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യും. നമുക്കിപ്പം പ്ലേസ്മെന്റ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരും, ഒരു ഷീറ്റ് വരും, നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പം ആദ്യമേ നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും ഏത് പെരിമീറ്റർ ആണ് നമ്മൾ ഇൻട്രസ്റ്റഡ്. അപ്പം ഓരോ പെരിമീറ്ററിനും ഡിഫറെന്റ് രീതിയായിരിക്കും. ടെസ്റ്റ് സെയിം ആണ് എല്ലാവർക്കും, പക്ഷേ ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ ഡിഫറെന്റ് പാനലായിരിക്കും, ഡിഫറെന്റ് രീതിയിലായിരിക്കും. സോ ഞാൻ ആദ്യമേ IO ഓപ്ഷൻ ആണ് കൊടുത്തത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ IO കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ആണെങ്കിലും എന്നെ മെസ്സേജ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഇതിൽ 10 മിനിറ്റിൽ ഞാനൊരു ഓവർവ്യൂ തരാം ഹൗ ദി എക്സ്പീരിയൻസ് വാസ്. സോ അപ്പം ഇത് 3 അവർ ഹയർ ചെയ്യുന്ന റോൾസ്.
അപ്പോൾ ആദ്യം പിന്നെ ഒരു ഫസ്റ്റ് റൗണ്ട് ഇസ് ഫോർ ലൈക്ക് എവറി കമ്പനി ദർ ഇസ് എ ടെസ്റ്റ്. പിന്നെ ടെസ്റ്റിന്റെ കാര്യം എല്ലാവർക്കും കോമൺ ആണ്. അവിടെ എല്ലാ റോൾസും R&D, E&A, IO എല്ലാവർക്കും സെയിം കോമൺ ഇതാണ്, ഓൺലൈൻ ആയിരിക്കും. അപ്പം ടെസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ ഷ്നൈഡറിന്റെ ടെസ്റ്റ് ഈസ് ക്വയറ്റ് ഡിഫറെന്റ് ഫ്രം അതർ കമ്പനീസ്. കാരണം മറ്റ് കമ്പനീസിനുള്ള പോലെ ഈ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനത്തെ എല്ലാം ആ ഒരു പക്ക രീതിയിലല്ല. ലൈക്ക് ബാക്കി കുറെ കമ്പനീസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഷ്നൈഡറിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, അതിന് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എല്ലാം ഗെയിമിഫൈഡ് ആണ്. അതായത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ തന്നെ ഓരോ ഗെയിംസിന്റെ രൂപത്തിലാണ് അവർ ഈ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര വലിയ സർപ്രൈസ് ആയിരുന്നു. കാരണം അത് തുറന്നു നോക്കിയപ്പോൾ തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അല്ലാതെ യൂഷ്വൽ ഉള്ള ആ ഒരു ടെസ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് അങ്ങനത്തെ രീതി കുറെ ഗെയിംസ് അങ്ങനത്തെ രൂപത്തിലായിരുന്നു. പിന്നെ അതിന്റെ ഫസ്റ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ രണ്ട് ഇതുണ്ട്, ഒന്ന് ടെക്നിക്കലും പിന്നെ ഒന്ന് ഈ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് സാധനങ്ങൾ. അപ്പൊ ഈ ടെക്നിക്കൽ സാധനം എന്ന് പറയുന്നത് ഇസ് ലൈക്ക് 15 questions 30 minutes. അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കോൺസെപ്റ്റ്സ് സ്ട്രോങ് ആക്കിയാൽ മതി. അതായത് ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഫസ്റ്റ് ഇയർ അല്ല സെക്കൻഡ് ഇയർ കോർ സബ്ജക്ട്സ്, അതായത് DC മെഷീൻസ്, AC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, പവർ സിസ്റ്റം, ഈ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 questions എഴുതാൻ പറ്റും. ലൈക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. മറ്റേ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല. മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലാസ് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ S6 പഠിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CCWC എന്ന സംഭവം ഉണ്ടല്ലോ, കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക്. അപ്പൊ അതിന് നമുക്ക് എല്ലാ കോർ സബ്ജക്ട്സും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് പഠിക്കണ്ടേ, ആ ഒരു സ്റ്റൈൽ പ്രിപ്പറേഷൻ മതി അതിന്. അതായത് ഒത്തിരി ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല, ബട്ട് യു ഹാവ് ടു നോ ദ ബേസിക് സ്റ്റഫ് എല്ലാം അറിഞ്ഞിരിക്കണം, ബേസിക് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം, പിന്നെ ഒരു ഓവർവ്യൂ കാണണം ഓവർ ഓൾ ദി സബ്ജക്ട്സ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ടെക്നിക്കലിന് നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല. 15 ക്വസ്റ്റിന് 15 അറ്റംപ്റ്റ് ചെയ്യണം. ആൻഡ് മോസ്റ്റ്ലി നിങ്ങളൊന്ന് ഒരു നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു 3 വർഷമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. അത്ര പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പിന്നെ ഈ ഗെയിമിഫൈഡ് സംഭവം ആപ്റ്റിറ്റ്യൂഡ്, അത് പിന്നെ ഞങ്ങൾ അന്ന് എക്സാം എഴുതി കഴിഞ്ഞിട്ട്, അതായത് സെമസ്റ്റർ എക്സാം എഴുതി കഴിഞ്ഞ് നേരെ വന്ന് ഇത് എഴുതുമായിരുന്നു. ഇതൊരു 2.5 മണിക്കൂർ നീണ്ട പ്രോസസ് ആയിരുന്നു ഈ എക്സാം. അപ്പം പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ചെയ്യാൻ ആർക്കും സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ അങ്ങ് എഴുതുമായിരുന്നു. സോ പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഒരു ബിഹേവിയറൽ അസസ്മെന്റ് ഉണ്ട്. അത് ബേസിക്കലി ഇങ്ങനെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലെ അവർ ഓരോ സെനാറിയോസ് തരും. അതും ഇങ്ങനെ ഒരു കുറെ സെനാറിയോ തരും. എന്നിട്ട് യു ഹാവ് ടു ഗിവ് ദി ഓപ്ഷൻ ലൈക്ക് ഇങ്ങനെ അഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ന്യൂട്രൽ, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് ഓപ്ഷൻസ് കാണും. അപ്പം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ യു ഹാവ് ടു ആൻസർ ഓൾ ഓഫ് ദം. അപ്പം ആദ്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും, പിന്നെ നമ്മുടെ ഓണസ്റ്റ് ആൻസേഴ്സ് വെളി വരും. സോ അങ്ങനത്തെ ഒരു ബിഹേവിയറൽ അസസ്മെന്റും ഉണ്ട്. അതും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക. അതായത് നമ്മുടെ ബിഹേവിയർ ഒരു ബാഡ് എംപ്ലോയി ആക്കും നമ്മളെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുക്കരുത്. അത് നമ്മുടെ ഒരു ബുദ്ധി വെച്ച് തന്നെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രീംലി ഒരു പക്ക ഓൾവേസ് പഞ്ച്വൽ, ഓൾവേസ് എന്നൊന്നും പറഞ്ഞു പോകാനും പറ്റത്തില്ല. ലൈക്ക് ഒരു ഓണസ്റ്റ് രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുക, ബട്ട് എന്ന് വെച്ച് ടു ഓണസ്റ്റ് ആവുകയും ചെയ്യരുത്. ജസ്റ്റ് ഡോണ്ട് മേക്ക് യുവർ സെൽഫ് ലുക്ക് ലൈക്ക് ഒരു പേഴ്സൺ ഹു വോണ്ട് ബി എ ഗുഡ് ഫിറ്റ് ടു ദ കമ്പനി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച്. പിന്നെ വേർബൽ സെക്ഷൻ ഉണ്ടായിരുന്നു. വേർബൽ ബേസിക്കലി ഈ കാറ്റിനും GREക്കും ഉള്ള പോലെ ഈ വേർബൽസ് ഈ യൂഷ്വൽ മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ അല്ലേ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഓൾ ദി തിങ്സ്. ഇപ്പൊ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിനാണെങ്കിലും നിങ്ങൾക്ക് കാണും. അതൊക്കെ പഠിച്ചാൽ മതി. അതൊക്കെ പ്രത്യേകിച്ച് എന്താ പ്രിപ്പയർ ചെയ്യാനുള്ളതെന്ന് എനിക്കറിയില്ല. സോ ഇതാണ് ടെസ്റ്റ്. സോ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ദെൻ ദേ ഷോർട്ട് ലിസ്റ്റഡ് മീ ഫോർ ടെക്നിക്കൽ ഇന്റർവ്യൂ ഫസ്റ്റ്. അപ്പോൾ ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ട്, ഒരു HR ഇന്റർവ്യൂ ഉണ്ട്. സോ ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പം എനിക്ക് ഇത് ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പം ഞാൻ ഷ്നൈഡർ ഇന്റർവ്യൂഡ് ആയ എല്ലാവരോടും സംസാരിച്ചായിരുന്നു. ഇറ്റ്സ് ഹൈലി ഡിപ്പെൻഡന്റ് അപ്പോൺ ദ പാനൽ. അതായത് നിങ്ങളിപ്പം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന് റോളിന് പോകുന്നവരാണേലും ടെക്നിക്കൽ റോളിന് പോകുന്നവരാണേലും നിങ്ങൾക്ക് കിട്ടുന്ന പാനൽ എങ്ങനെയാണോന്ന് അനുസരിച്ചിരിക്കും. ചില ടെക്നിക്കൽ ആൾക്കാർക്കൊക്കെ, ചില ഫ്രണ്ട്സിനൊക്കെ 1.5 മണിക്കൂർ നീണ്ട ഇന്റർവ്യൂ ആയിരുന്നു. ഭയങ്കര ഡീപ്പായിട്ട് പോയി. പക്ഷെ എന്റെ പാനൽ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. അത്യാവശ്യം ഒരു ലക്ക് ഫാക്ടർ അതിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒത്തിരി ടഫായിട്ട് എനിക്ക് പോയില്ല. എനിക്ക് സിമ്പിൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ബേസിക് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ മോട്ടറിനെ ഒരു കാര്യം ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, ഷ്നൈഡർ എന്ന കമ്പനിയെ പറ്റി പഠിച്ചിരിക്കുക. അതായത് ഇപ്പൊ ഇന്റർവ്യൂവർ ഇസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദാറ്റ് കമ്പനി.
അപ്പൊ അവരുടെ നോളജ് എന്ന് പറയുന്നത് കമ്പനിയിലെ പ്രോഡക്ട്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പൊ ഷ്നൈഡറിന്റെ പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ സ്വിച്ച് ഗിയർ ഉണ്ട്, റിലേസ് ഉണ്ട്, പിന്നെ ഈ ബിൽഡിംഗ് ഈ ഹോം ഓട്ടോമേഷൻ, പിന്നെ ഈ ഗ്രിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ അവർക്കുണ്ട്. അപ്പം ഈ പ്രോഡക്ട്സ് എന്താ, ഈ സർവീസസ് എന്താ, ഈ സൊല്യൂഷൻസ് എന്താ, അത് പിന്നെ അതൊക്കെ ആ ഒരു അവർക്ക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും ഉണ്ട്, ഈ സ്കാഡ പോലത്തെ ഈ സോഫ്റ്റ്വെയർസ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. ഈ ഓട്ടോമേറ്റഡ് ഈ ഡേറ്റാ സെന്റേഴ്സിലൊക്കെ ഉള്ള ഈ ഓട്ടോമേഷൻ, അതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് അവർക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ഈ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ്, ഈ സൊല്യൂഷൻസ്, പിന്നെ ഈ ഹാർഡ്വെയർ പ്രോഡക്ട്സ് ലൈക്ക് സ്വിച്ച് ഗിയർ, റിലേസ്, ഇതെല്ലാം ഒരു ഓവർവ്യൂ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ നോളജും ആ ഏരിയയിലാണ്. അപ്പൊ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതും ആ ഏരിയയിലാണ്. അപ്പം അത് ആദ്യം ഒന്ന് നോക്കി വെക്കുക. പിന്നെ കുറെയൊക്കെ ദേ ഡോണ്ട് എക്സ്പെക്ട് അസ് ടു സേ എന്താ എല്ലാം അറിയണം എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ടു നോ സംതിങ്, ടു ബി ഏബിൾ ടു സ്പീക്ക് സംതിങ് അബൌട്ട് എ ടോപ്പിക്. അതായത് ഇപ്പം നിങ്ങളുടെ നോളജ് അവർ ഓൾറെഡി അസസ് ചെയ്ത് കഴിഞ്ഞു ഇൻ ദ ടെസ്റ്റ് റൗണ്ടിൽ, ഒരു മേജർ പാർട്ട് ഓഫ് ഇറ്റ്. ഇന്റർവ്യൂ ഇസ് ടു സീ ഇഫ് യു ആർ എ ഗുഡ് ഫിറ്റ് ടു ദ കമ്പനി. അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ആണോ. ഇപ്പം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങളുടെ ഇന്റർപേഴ്സണൽ സ്കില്ലും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലും പ്രസന്റേഷൻ സ്കില്ലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഇന്റർവ്യൂ എക്സ്പീരിയൻസിലും കൂടുതലും അത് ഫോക്കസ്ഡ് ആയിരുന്നു, ആ സ്കിൽസ് ഉണ്ടോ എന്ന്. അപ്പം നിങ്ങൾ അത് ഭയങ്കരമായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ടെക്നിക്കൽ നോക്കുന്നവരാണെങ്കിൽ കൂടെ യു നീഡ് ടു ഷോ ദാറ്റ് യു ആർ എ കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സൺ. കാരണം ഏതൊരു കമ്പനിയിലാണെങ്കിലും നിങ്ങളൊരു ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. യു ഷുഡ് സ്പീക്ക് കൊഹറന്റ്ലി, യു ഷുഡ് ബി ഏബിൾ ടു കൺവേ ഐഡിയാസ് നന്നായിട്ട്. ഇതൊക്കെ ഏതൊരു റോളിനാണേലും ഒരു ഇന്റർവ്യൂർ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സൈലന്റ് ആയിട്ട് ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് പറ. അതായത് ഇഫ് യു ഓൺലി നോ ഓക്കെ, നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഉണ്ട്, കുറച്ച് അറിയില്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ അറിയാമെന്ന് യു ടെൽ. ബാക്കി ആ ഇന്റർവ്യൂവർ വിൽ ഹെൽപ്പ് യു. ഇന്റർവ്യൂവറിനും കുറച്ചൊക്കെ ഓഫർ ചെയ്യാൻ കാണും. പിന്നെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് യു റീച്ച് എ സൊല്യൂഷൻ. അല്ലാതെ ദേ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ, ദേ ഡോണ്ട് എക്സ്പെക്ട് യു ടു സേ എവറിത്തിങ് ഫ്രം every in-depth അറിയണം, they don't expect you. But the key point is just to keep talking and keep making sure that you're communicating with that person. അപ്പം അതൊരു ഇതായിരുന്നു. ടെക്നിക്കൽ ഇന്റർവ്യൂ അങ്ങനെ പോയി. പിന്നെ ഫോർ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നോക്കുന്നവർക്ക് വേണ്ടി ഐ ഹാവ് ഒരു കാര്യം ടു സേ ദാറ്റ് നിങ്ങളുടെ ഇന്റർവ്യൂ ഇസ് നോട്ട് ഗോയിങ് ടു ബി സോ നൈസ്. അതായത് ഇപ്പം ടെക്നിക്കൽ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് ആയിരിക്കും ഇന്റർവ്യൂർ വീണ്ടും. പക്ഷേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആകുമ്പോൾ ഇന്റർവ്യൂർ വിൽ ബി വെരി ഹോസ്റ്റൈൽ. അതായത് അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെന്റ് ആയിരിക്കും അതെന്ന് പറഞ്ഞാൽ ദേ ആർ ലുക്കിംഗ് വെദർ യു ക്യാൻ ഹാൻഡിൽ ദാറ്റ് സ്ട്രെസ്. ഇപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം ഇമാജിൻ യു ഗോട്ട് പ്ലേസ്ഡ് ഇൻ ഷ്നൈഡർ ഫോർ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോൾ. സോ അപ്പം നിങ്ങളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അതർ കമ്പനീസ് ആയിരിക്കും, അതർ ബിസിനസ്സസ് ആയിരിക്കും, അല്ല അതർ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസ് കാണും, പിന്നെ ഗവൺമെന്റ് യൂട്ടിലിറ്റീസിലെ KCB അതുപോലത്തെ കമ്പനീസും കാണും. സോ നിങ്ങൾ അവരുടെ മുന്നിൽ പോയി ഷ്നൈഡറിന്റെ ഓരോ സൊല്യൂഷൻസ് പിച്ച് ചെയ്യാൻ നേരം ഒബ്വിയസ്ലി അവര് പൈസ കൊടുത്താണല്ലോ വാങ്ങിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന് കുറെ ഡൗട്ട്സ് കാണും, കുറെ കൺഫ്യൂഷൻസ് കാണും. അപ്പോഴൊക്കെ യു ഷുഡ് നോട്ട് ലൂസ് യുവർ കൂൾ. അപ്പം അങ്ങനെ ഒരു ജോബിനാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നെങ്കിൽ അവർ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇന്റർവ്യൂ വെക്കുന്നത്. അപ്പം നിങ്ങളോട് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണേലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പം ഒരു പുച്ഛം ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറയും. പക്ഷെ നമ്മൾ അത് കണ്ട് സൈലന്റ് ആവുകയാണെങ്കിൽ ദെൻ ദാറ്റ് മീൻസ് ദാറ്റ് വി ആർ അഫക്റ്റഡ് ബൈ ഇറ്റ്. അത് വരരുത്. യു ഷുഡ് നോട്ട് ലൂസ് യുവർ കൂൾ. നമ്മൾ എങ്ങനെയൊക്കെ സംസാരിച്ച് നമ്മൾ ചിരിച്ചുകൊണ്ട് എങ്ങനെയും വി ഹാവ് ടു കീപ് ടോക്കിംഗ് ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് നമുക്കാണെങ്കിൽ ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അതൊരു ഇതാണ്. പിന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂ അങ്ങനെ തന്നെ പോയി. അപ്പം എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇത് ഇത്രയും സ്ട്രെസ്ഫുൾ ആയതുകൊണ്ട് എനിക്കിത് കിട്ടുമോ ഇല്ലെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നര ആഴ്ച കഴിഞ്ഞപ്പം HR ഇന്റർവ്യൂ വന്നു. സോ HR ഇന്റർവ്യൂ അതെല്ലാവർക്കും ഏകദേശം കുറെ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് സെൽഫ് ഇൻട്രോ രണ്ടിടത്തും ചോദിച്ചു എനിക്ക്. അതായത് ടെക്നിക്കലിനും ചോദിച്ചു, HR ഇന്റർവ്യൂവിനും ചോദിച്ചു. അപ്പം സെൽഫ് ഇൻട്രോയ്ക്ക് എനിക്ക് പറയാനുള്ളത്, പലരും ചെന്നിട്ട് സെൽഫ് ഇൻട്രോ പറയുന്നതിന് ജസ്റ്റ് അവരുടെ നെയിം, അവരുടെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞങ്ങ് ദേ വിൽ കീപ് ക്വയറ്റ്. അതൊട്ടും അഡ്വൈസബിൾ അല്ല. ബിക്കോസ് സെൽഫ് ഇൻട്രോ പറയുമ്പോൾ ദർ ഗിവിങ് യു ഒരു ടൈം ടു പിച്ച് യുവർ സെൽഫ്. അപ്പൊ നിങ്ങൾ നല്ലോണം സെൽഫ് ഇൻട്രോ പറയാദ്യം. പിന്നെ നിങ്ങൾ പറയാം, ലൈക്ക് ഞാൻ കോളേജിലെ വാട്ട് എവർ ആക്ടിവിറ്റീസ് യു ഹാവ് ഡൺ, വാട്ട് യു ആർ പാഷനറ്റ് അബൌട്ട്, എന്തൊക്കെ സ്കിൽസ് ആണ്
നമുക്കുള്ളത്, എന്തൊക്കെ ക്ലബ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഈവെന്റ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് കോളേജിലുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ള ഒരു അവസരമാണ്. അപ്പം ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഹൂ യു ആർ, വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് യു ആർ പാഷനറ്റ് അബൌട്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ടെക്നിക്കൽ റോൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും കൂടുതൽ യുവർ പാഷൻ പ്രോജക്റ്റ്, അതിനെപ്പറ്റിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് പറയണം. അങ്ങനെ പറയാൻ നേരം ഇന്റർവ്യൂറിന് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും അൺപ്രിപ്പയർഡ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ലൈക്ക് നമുക്കറിയാവുന്ന ടോപ്പിക്സ് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുമ്പം ഒരു രീതിയിൽ നമുക്ക് ഒരു കൺട്രോൾ കിട്ടുവാണ് ഇന്റർവ്യൂവിന്റെ മേലെ. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഇങ്ങനെ ഇൻപുട്ട് വേണം. അല്ലാതെ അവർ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാൻ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങ് പോവും. അപ്പം നമുക്ക് ഒരു ഇത് കാണത്തില്ല. അപ്പം നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് ഇൻപുട്ട് ഇടണം. നമ്മളും നമുക്ക് പാഷനറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം അവർ ചോദിക്കും, ഓ ഓക്കെ, ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. അപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്കും കോൺഫിഡന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇപ്പം ഫോർത്ത് ഇയേഴ്സ് ആണെങ്കിൽ ഫൈനൽ ഇയർ പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒബ്വിയസ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ മിനി പ്രോജക്ട്സ് ചെയ്തതോ, നിങ്ങൾ ദൃഷ്ടിക്ക് വേണ്ടിയൊക്കെ ചെയ്ത പ്രോജക്ട്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബിന് വേണ്ടി ചെയ്ത പ്രോജക്ട്സോ, ക്ലബിന്റെ ആക്ടിവിറ്റീസോ, ഇങ്ങനെ പല പ്രോജക്ട്സ് ഉണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സമയം. അപ്പം ഇത് എല്ലാം കൂടെ സെൽഫ് ഇന്റർവ്യൂ പറയണം എന്നല്ല. ഇപ്പൊ നിങ്ങൾ ഓൺ ദ കോൺവെർസേഷൻ ഓരോ സമയം വരുമ്പോൾ യു ക്യാൻ ആഡ് ഓൺ ടു ദിസ്. എന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു സമയത്ത് യു ക്യാൻ സേ ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം പാഷനറ്റ് ആണോ ചോദിക്കുമ്പം അത് ഞാൻ ഇന്നൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും തോന്നും നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആണെന്നും നല്ല പാഷനറ്റ് ആണെന്നും ഒരു ഫീൽ കൊടുക്കാൻ പറ്റും. പിന്നെ HR ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പം സെൽഫ് ഇൻട്രോ ചോദിക്കും, പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ചോദിക്കും. അപ്പം സ്ട്രെങ്ത് നിങ്ങൾ ഒരിക്കലും ഷൈ ആവരുത്. ടോക്ക് അബൌട്ട് യുവർ സ്ട്രെങ്ത്സ്. ആൻഡ് വെൻ യു ടോക്ക് അബൌട്ട് യുവർ സ്ട്രെങ്ത്സ്, നിങ്ങൾ അതിന് കൊറോബറേറ്റ് ചെയ്യുന്ന എവിഡൻസും കൊടുക്കുക. അതായത് ഇപ്പം നിങ്ങളിങ്ങനെ പറയണം ഞാൻ അതാണ്, ഞാൻ ഇതാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ജസ്റ്റ് ബ്രാഗ് ചെയ്യുന്ന പോലെ ആവരുതല്ലോ. സോ യു ഷുഡ് സേ, എനിക്ക് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഇന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്തപ്പോഴാണ്, എനിക്ക് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഞാൻ ഇന്ന ക്ലബിൽ ഇന്ന കാര്യം ചെയ്തപ്പോഴാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റോൾ ആണല്ലോ. അപ്പം ഞാനൊരു നേരത്തെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് തോന്നി ദാറ്റ് അവരെന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ നല്ലോണം കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റണം, ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം, സ്പീക്കിംഗ് സ്കിൽസ് വേണം, പ്രസന്റേഷൻ സ്കിൽസ് വേണം. അപ്പൊ ഞാൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്തത്, ഇപ്പം ഞാൻ ഒരു ഐഡിയത്തോണിനൊക്കെ പോയി പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഐഡിയത്തോണിന് പോയ എക്സ്പീരിയൻസ് ഒക്കെ പറയും. എന്നിട്ട് പറയും ഈ ഐഡിയത്തോണിലൂടെ ഐ കുഡ് ഗെയിൻ ദോസ് സ്കിൽസ്. പിന്നെ ഞാൻ എൻ്റെ ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു MUN കോളേജിൽ നടത്തിയിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറയും എനിക്ക് ലീഡർഷിപ്പ് സ്കിൽസ് കിട്ടിയത് ഈ ഒരു സംഭവം ചെയ്തിട്ടാണ്. ലീഡർഷിപ്പ് പൊസിഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്. ഇപ്പൊ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലീഡർഷിപ്പ് പൊസിഷൻസിന്റെ ആവശ്യം വരും. ബിക്കോസ് നിങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് റോളാണ്. പക്ഷെ ടെക്നിക്കൽ ആൾക്കാരാണെങ്കിലും ലീഡർഷിപ്പ് പൊസിഷൻ വേണം. ലൈക്ക് നിങ്ങൾ അതൊക്കെ ഓവർ ദ 4 years ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ഇപ്പം പ്ലേസ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദാറ്റ് സംതിങ് യു ഹാവ് ടു ഡു സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഇയർ ഇറ്റ് സെൽഫ്. അപ്പൊ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. അപ്പം മേക്ക് ഷുവർ ദാറ്റ് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ പൊസിഷൻസ് ആണ് നിങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം പറയാൻ ഒരു സ്പേസ് നിങ്ങൾ തന്നെ ഇന്റർവ്യൂവിൽ കണ്ടെത്തണം. സോ ദാറ്റ് ഇസ് വൺ തിങ്. അപ്പം സോ അത് പറയണം. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനത്തെ ഓരോ ഇൻസ്റ്റൻസസ് വെച്ചിട്ട്, ഓരോ എവിഡൻസ് വെച്ചിട്ട് ഐ ടോൾഡ് ദാറ്റ് അവിടുന്ന് എനിക്ക് ഈ സ്കിൽസ് കിട്ടി. അപ്പൊ ഇറ്റ്സ് മോർ ബിലീവബിൾ ആൻഡ് ദ പേഴ്സൺ ഓൾസോ ഫീൽസ് ലൈക്ക് ഓക്കെ, ഷീ ഈസ് നോട്ട് ജസ്റ്റ് സെയിങ്, ഷീ ഹാസ് സം thing to prove that she has done all these things. അപ്പൊ അത് നമ്മുടെ റെസ്യൂമേയിൽ നമ്മൾ വെക്കുന്നുണ്ട്. സോ ഇഫ് ദേ വാണ്ട് ടു ക്രോസ് ചെക്ക് ഇറ്റ്, ദേ ക്യാൻ സീ ദാറ്റ് ഓൾസോ. അപ്പം ദാറ്റ് ഈസ് മോസ്റ്റ്ലി HR ഇന്റർവ്യൂ. പിന്നെ എന്നോട് സ്പെസിഫിക്കലി മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചത്, വെൻ യു അപ്രോച്ച് എ ക്ലയന്റ്, വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് യു വുഡ് ആസ്ക് ദാറ്റ് ക്ലയന്റ്. അപ്പം എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് അതിന് ഉത്തരവൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു, ആദ്യം ചോദിക്കും വാട്ട് ആർ ദ ക്ലയന്റ്സ് നീഡ്സ്, വാട്ട് കൈൻഡ് ഓഫ് സൊല്യൂഷൻ ദ ക്ലയന്റ് ഇസ് ലുക്കിംഗ് ഫോർ. പിന്നെ സെക്കൻഡ് പറഞ്ഞത് വെദർ ദ ക്ലയന്റ് ഹാസ് പേയിങ് കപ്പാസിറ്റി, അതായത് അവർക്ക് ഈ സൊല്യൂഷൻ ഒക്കെ പേ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വെറുതെ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം ഗോയിങ് ദർ. അപ്പൊ പിന്നെ തേർഡ് വൺ എനിക്ക് അറിയില്ലായിരുന്നു, പുള്ളി പറഞ്ഞും തന്നില്ല. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഹയർ എഡ്യൂക്കേഷന് പോകുന്നുണ്ടോ വേണ്ടേന്ന് ചോദിക്കും. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ദാറ്റ് ഹയർ എഡ്യൂക്കേഷന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യു ഷുഡ് സേ നോ, വി ആർ നോട്ട് ഗോയിങ്. കാരണം നിങ്ങൾ അറിയാതെ എങ്ങനെ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എൻ ഇൻസ്റ്റന്റ് റിജക്ട്. കാരണം അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞ് പോകുന്ന ഒരാളെ അവർക്ക് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ പ്ലാൻസ് ഉണ്ടായിരിക്കും, ഹയർ എഡ്യൂക്കേഷന് പോകാനോ സ്വിച്ച് ചെയ്യാനോ. അതൊന്നും നിങ്ങൾ
അതൊന്നും ഇന്റർവ്യൂവിന്റെ സമയത്ത് യു ഡോണ്ട് ഹാവ് ടു ടെൽ ദം, യു ജസ്റ്റ് സേ വി ഡോണ്ട് പ്ലാൻ ടു ഗോ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അത് ക്ലിയർ ആയിട്ട് പറയാം. വി ആർ പാഷനറ്റ് അബൌട്ട് വർക്കിംഗ് എന്നൊക്കെ പറയാം. പിന്നെ അവർ നിങ്ങൾക്ക് ഒരു ചാൻസ് തരും ഞങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് കമ്പനിയെ പറ്റി ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത്ര എന്തൂസിയാസ്റ്റിക് ആണെന്ന് അവർക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബ്രൗണി പോയിന്റ്സ് തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്പനിയെ പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ they'll probably ask you the question, why do you want to work in Schneider Electric? അപ്പം നിങ്ങൾക്ക് കമ്പനിയെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ കാണത്തില്ല. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾ ആ കമ്പനിയെ പറ്റി റീസെർച്ച് നടത്തിയിട്ട് എന്താണ് നിങ്ങൾക്ക് അത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്? അത് ഈ പാക്കേജിന്റെ ഇത്രയും പൈസ കിട്ടും അതൊന്നും അല്ല അവർ ഉദ്ദേശിക്കുന്നത്. കമ്പനി, ഇറ്റ്സ് പ്രോഡക്ട്സ്, ഇറ്റ്സ് സൊല്യൂഷൻസ്, ഇറ്റ്സ് സർവീസസ്. അപ്പൊ അതൊക്കെയാണ് അവർ യൂഷ്വലി അതിൽ നിങ്ങൾക്ക് എന്താണ് പാഷനറ്റ് ആയിട്ട് തോന്നിയത് അതിനെപ്പറ്റി നിങ്ങൾ പറയാൻ എന്തെങ്കിലും റെഡിയാക്കി വെക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സ്നൈഡറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് അവർ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് കുറെ സർവീസസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് മെട്രിക്സ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറെ ഐഡിയത്തോൺസിന് പോയതും ഈ സസ്റ്റൈനബിലിറ്റി തീമിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം വെൻ ഐ ലുക്ഡ് അപ്പ് ഓൺ സ്നൈഡർ ഐ റിയലൈസ് ദാറ്റ് ദേ ആർ ഡൂയിങ് വെരി വെൽ ഓൺ ദിസ്. അപ്പം അതുകൊണ്ട് ഐ റിയലി വാണ്ടഡ് ടു വർക്ക് ഇൻ എ കമ്പനി ലൈക്ക് സ്നൈഡർ. പിന്നെ സ്നൈഡറിന്റെ വർക്ക് കൾച്ചർ ആണെങ്കിലും വളരെ നല്ലതെന്നാണ് ഞാൻ ഇതുവരെ കേട്ടത്. എനിക്കിതുവരെ ജോയിനിങ് ആയില്ല, ഓഗസ്റ്റിലാണ്. ആൻഡ് എന്റെ ബാച്ചിന് ഇന്റേൺഷിപ്പ് ഇല്ലായിരുന്നു, ബട്ട് പ്രോബ്ലി കമ്മിങ് ബാച്ചസിന് ഇന്റേൺഷിപ്പ് കാണും. സോ യാ, അപ്പൊ അതാണ് വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ഇന്റർവ്യൂ. പിന്നെ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ GPA ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് പഠിക്കണം, ബിക്കോസ് നല്ല GPA ഉണ്ടെങ്കിൽ ദെൻ അവർ ഒത്തിരി ഡീപ്പ് ടെക്നിക്കൽ അയച്ചാൽ, എനിക്ക് പലരും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ GPA നന്നായിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടെക്നിക്കൽ ആയിട്ട് പോകത്തില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ടെക്നിക്കൽ നോളജ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ നിങ്ങളുടെ CV ബിൽഡ് ചെയ്യുക, നിങ്ങൾ മാക്സിമം എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുക. ടെക്നിക്കൽ ക്ലബ്സ് ആകട്ടെ, നോൺ ടെക്നിക്കൽ ക്ലബ്സ് ആകട്ടെ, നിങ്ങളുടെ കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കട്ടെ, ഒന്നിനും അടിച്ചു നിൽക്കരുത്. നിങ്ങളതെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും പറയേണ്ടി വരും ഇൻ യുവർ ഇന്റർവ്യൂസ്. അവിടെ ഇറ്റ് വിൽ ബിക്കം റെലവെന്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ബിൽഡ് ഓൺ യുവർ CV റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. സോ ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ്? പിന്നെ ഐ തിങ്ക് ഐ ഹാവ് മറ്റേ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, സ്ക്രീൻ ഷെയർ ചെയ്ത്. 1 second. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ഹോപ്പിംഗ് ഇറ്റ് ഇസ് വിസിബിൾ. ഓക്കെ. അപ്പൊ ഇതാണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഇത് E&Aക്കുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്, ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ. ഞാനിത് കാണിച്ചത് നിങ്ങൾ എന്തെങ്കിലും പ്ലേസ്മെന്റ് ഇരിക്കാൻ നേരവും ഇത് അവരുടെ കോമ്പൻസേഷനിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവർ 12 LPAക്കാണ് എല്ലാ റോളിനും എടുക്കുന്നത്. അത് കുറെ നാളായിട്ട് അങ്ങനെ തന്നെയാണ്, ആ സ്റ്റാൻഡേർഡ് അതാണ്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ വായിച്ചു വെക്കുക. കാരണം നിങ്ങൾ എന്ത് ജോലിയാണ് നോക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇതൊക്കെ നോക്കി വെക്കുക. ലൈക്ക് എന്തൊക്കെയാണ് ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിയുടെ റെസ്പോൺസിബിലിറ്റീസ്. R&Dയുടെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ പേഴ്സണലി മെസ്സേജ് ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പം എൻ്റേത് കമേഴ്ഷ്യൽ BU ആയിരുന്നു. സോ യാ, എൻ്റെ സ്കിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ബേസ്ഡ് സെല്ലിംഗ്, ഐഡന്റിഫൈങ് കസ്റ്റമർ നീഡ്സ്, ജനറേറ്റിംഗ് മാർക്കറ്റിംഗ് ഡിമാൻഡ്, ഐഡന്റിഫൈങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ. പിന്നെ ടെക്നോളജി അംബാസിഡർ ആയിട്ട് നിൽക്കുക, പ്രീ സെയിൽസ് ആൻഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ട്, ദെൻ അങ്ങനെ ഓൾ ദീസ് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഇതിലൂടെയൊക്കെ വെൻ യു ഗോ ത്രൂ ഓൾ ഓഫ് ദിസ്. ഇഫ് എനിവൺ നീഡ്സ് ഇറ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ നോക്കാം. സോ യാ, ഐ ഗെസ് ദാറ്റ് ഇസ് ഇറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. നമുക്ക് ലാസ്റ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് എന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടാം, ഇഫ് എനിവൺ വാണ്ട് ടു ആസ്ക് മീ എനി ഡൗട്ട്സ് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, കൂൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹർഷേച്ചി. നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെ ലെങ്തി ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും കവർ ചെയ്തൊരു സെഷൻ ആയിരുന്നു. ആൻഡ് നമുക്ക് Q&A സെഷൻ ലാസ്റ്റ് ഉണ്ട്. അപ്പൊ സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ്, ദെൻ നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് സോ ലെറ്റ്സ് വെൽക്കം ആൽബിൻ ചേട്ടൻ നെക്സ്റ്റ്. ആൻഡ് ഹീസ് പ്ലേസ്ഡ് ഇഗ്നിറ്റേറിയം. സോ ആൽബിൻ ചേട്ടൻ, ഹായ്. ഹലോ, കേക്കാവൂടാ? കേക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ.
കാണാമോ സ്ക്രീൻ? ടച്ച് സ്ക്രീൻ കാണാം. സോ ഞാൻ ആദ്യമേ PPT ഒക്കെ കണ്ടപ്പോഴത്തേക്കും ക്ലാസ് എടുക്കുന്ന പോലെയാണെന്ന് ഓർത്തേക്കരുത്. ഓപ്പോസിറ്റ് ഫ്രം വർഷ ആൻഡ് റോഹൻ, ഞാൻ കുറച്ച് അവസാനം പ്ലേസ്ഡ് ആയ ഒരാളാണ്. അവര് ആദ്യമേ പ്ലേസ്ഡ് ആയിരുന്നു. ഞാനപ്പം കുറച്ചുകൂടെ അവസാനം, ഞാൻ ടു ദ എൻഡ് ഓഫ് ഡിസംബർ ആണ് ഞാൻ പ്ലേസ്ഡ് ആയത്. അപ്പോ S7 തുടക്കം തൊട്ടേ S6 എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പ്ലേസ്മെന്റ്. ഞാനപ്പം ഒരു ഡിസംബർ ലാസ്റ്റത്തേക്കാണ് ഞാൻ പ്ലേസ്ഡ് ആയത്. അപ്പോഴത്തേക്കും ഞാനൊരു 4-5 കമ്പനി എടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനൽ റൗണ്ട് വരെ എത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാൻ ഓർത്തു. അവിടെ വേറെ ഇലക്ട്രിക്കലുകാര് അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല. സോ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി വാല്യുബിൾ ഇഫ് ഐ ഷെയർ ദാറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും ഇപ്പം എന്താ പറയുന്നത്, ഒരു 5-6 മാസം മുമ്പ് നിങ്ങളുടെ സെയിം സീറ്റിൽ, നിങ്ങളുടെ സെയിം അവസ്ഥയിൽ ഇരുന്ന ഒരാളാണ്. സെയിം ടെൻഷൻ, ജോലി കിട്ടുമോ ഇല്ലയോ, കിട്ടിയ നല്ല ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ ഓർത്ത് ഇരുന്ന ഒരാളാണ്. പക്ഷേ ടുദെൻ അങ്ങനെ ഒരു ജോലി കിട്ടി എന്നതിനേക്കാൾ ഉപരി എന്താണ് ഇപ്പം മുമ്പോട്ട് ഇപ്പം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് ഒരു ഓപ്ഷൻ പോകണം. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത്രയും ടൈം ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്ലേസ്മെന്റ് സീസൺ എന്ന് പറയുന്നത്. അപ്പോ തുടക്കത്തിലെ തൊട്ടേ മാക്സിമം ശ്രമിക്കുക. ഇപ്പം വർഷയും റോഹനൊക്കെ പറഞ്ഞതുപോലെ ഓരോ കമ്പനിയിലും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. അക്കോർഡിംഗ് ടു ദ ജോബ് റോൾ ആൻഡ് ജോബ് പ്രൊഫൈൽ ഓരോന്നും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഒരു കമ്പനി വരുമ്പോൾ തന്നെ ആ കമ്പനി മീൻസ് ഇൻ കേസ് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനീനെ കുറിച്ച് കുറച്ചുകൂടെ ഡെപ്തിൽ അറിയുക. അതായത് ഇന്റർവ്യൂലോട്ട് എത്താൻ നേരത്തേക്കും ആ കമ്പനീനെ കുറിച്ച് കുറച്ച് അറിയുക, അവരുടെ പ്രൊഡക്ട്സ് എന്താണെന്ന് അറിയുക, അവരെ കുറിച്ച് കുറച്ചുകൂടെ അവരിപ്പോ ഇൻഡസ്ട്രിയിലെ കറണ്ട് വർക്കിംഗ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്, അവരുടെ കറണ്ട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഇൻഡെപ്ത് നോളജ് ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഓവർവ്യൂ ഉണ്ടാവണം. സോ അതിനകത്ത് നമുക്ക് ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ആസ് ആൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അവരെ എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന്, അതായത് അവരെ പോസിബിളി നമ്മളെടുത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അത് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ മാറണം. അതായത് അവർ ഈ ഒരു ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്ട്സ് ഇന്നതൊക്കെയാണ്. സോ അവര് ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. നമ്മുടെ സബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. നമ്മളെ കൊണ്ട് അവർക്ക് ഉപയോഗമുള്ളത് ഇന്ന പോർഷൻസിലായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ജോബ് റോളിൽ അവർ പറഞ്ഞേക്കുന്ന സ്പെസിഫിക്കേഷൻസ്. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ തന്നെ, അതായത് ഒരു ഇന്റർവ്യൂലോട്ട് എത്തുവാണെങ്കിൽ നമ്മൾ തന്നെ അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളൊരു നല്ലൊരു ധാരണ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് കാര്യങ്ങൾ പോകുന്ന പോലെ തോന്നും. പിന്നെ ഇൻട്രൊഡക്ഷന്റെ ഒരു കാര്യം പറഞ്ഞപ്പം, ഇൻട്രൊഡക്ഷൻ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒന്നാണ്. അപ്പം ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂവില് അത് വലിയ പങ്ക് വഹിക്കുന്നില്ലെങ്കിലും വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവില് അവർക്ക് നമ്മുടെ ഇന്റർവ്യൂ പാനലിന് അവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ടൈപ്പ് ഓഫ് ഓരോ ക്രൈറ്റീരിയ ബേസ്ഡ് ആണ് വെയിറ്റേജ് വരുന്നത്. ടോട്ടലി ഒരു മാർക്ക് ബേസ്ഡ് സിസ്റ്റം തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവലിന് ഇത്ര മാർക്ക്, നമ്മൾ ഒരു കാര്യം നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളത് പറയാനെടുക്കുന്ന എഫേർട്ടിന്, ഇല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അറിയാവോ അത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ, നമ്മൾ പുതിയൊരു കാര്യം അറിഞ്ഞു ചെയ്യാൻ നേരത്തെ അതിന്റെ അപ്രോച്ച് ചെയ്യുന്ന രീതി. അപ്പൊ ഈ ഓരോന്നിനും സെപ്പറേറ്റ്ലി വെയിറ്റേജ് ഉണ്ട്. ഞാൻ ABBയുടെ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്ന ടൈമിൽ അവര് ലിറ്ററലി ആ ഷീറ്റ് നമുക്ക് അറിയാണ്ട് വന്നതാണോ എന്ന് അറിയത്തില്ല, നമുക്ക് ആ ഷീറ്റ് അയച്ച് മെയിലിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കിട്ടിയിരുന്നു. അപ്പം അതിന്റെ താഴെ കോൺഫിഡൻസ് ലെവല്, അപ്രോച്ച് ടു ന്യൂ തിങ്സ്, എഫേർട്ട്, അങ്ങനെ പറഞ്ഞ് ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെയിറ്റേജ് മാർക്ക് ബേസ്ഡ് ഇന്റർവ്യൂ റെസ്പോൺസ് വരാൻ വേണ്ടി. അപ്പം കുറച്ചുകൂടെ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ ക്ലിയർ ആയിട്ടും തറവായിട്ടും പറയുക. അറിയാവുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളായിരിക്കും മോസ്റ്റ്ലി ചില സമയത്തൊക്കെ നമ്മൾ നേരെ ഷൂട്ട് ചെയ്യുക. പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്, കാരണം അതേ നമുക്ക് പിടിച്ചേക്കാനുള്ളൂ. സോ അത് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പക്കായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് 3-4 കമ്പനി ഉണ്ട്, ഞാനിപ്പോൾ തുടങ്ങാം. ഫസ്റ്റ്ലി ഡെയിംലർ ട്രക്സ് ആയിരുന്നു. സോ ഇത് നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഡെയിംലർ ട്രക്സ് എന്ന് പറയുന്നത് മേഴ്സിഡീസിന്റെ പേരന്റ് കമ്പനിയാണ്. അപ്പം അവരുടെ ഇപ്പം USA മീൻസ് അത്യാവശ്യമുള്ള ഫോറിൻ കൺട്രീസിലെല്ലാം അവിടുത്തെ ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു
ഘടകമാണ്. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ട്രക്സും ഇവരുടേതാണ്. ഇവരുടെ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജീസ് ആയിട്ടുള്ള ഒരു ABS-നേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു 10 times മച്ച് ഫാസ്റ്റ് ബ്രേക്കിംഗ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരുന്ന രീതിക്ക് ഇവര് പുതിയ ട്രക്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോ ഇതായിരുന്നു എന്റെ ആദ്യത്തെ കമ്പനി, ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയ കമ്പനി. അപ്പം അതിനൊരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. എല്ലാത്തിലെയും പോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഒരു വലിയ ഭാഗമാണ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ എന്താ ഒരു ഗേറ്റ് ലെവല് ഇല്ല ക്യാറ്റ് ലെവല് നോക്കിയാൽ മതി. കാരണം അതിന് ഗേറ്റും ക്യാറ്റും ആയിരിക്കും. ഒരു ക്യാറ്റ് ലെവൽ നോക്കുവാണെങ്കിൽ അതിന് താഴെ എല്ലാ നമ്മൾ ഫേസ് ചെയ്യാൻ പോണ എന്താണ് ഓൺലൈൻ എക്സാംസിന്റെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. കാരണം ക്യാറ്റ് ലെവൽ ഇച്ചിരി നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്റെ താഴെ അത് വരുള്ളൂ. ഇല്ലെങ്കിൽ ക്യാറ്റ് ലെവൽ പോലെ നോക്കിയില്ലെങ്കിലും ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മതി. ധാരാളമായിട്ട് അവർ ചോദിക്കുന്ന ഈ വർക്ക് ആൻഡ് ടൈം, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് പോർഷൻ എത്തുമ്പോഴത്തേക്കും പറയാം. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതിപ്പം എല്ലാത്തിനും തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. സോ ഡെയിംലർ കുറച്ചുകൂടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് രണ്ടും കൂടെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു EV വെഹിക്കിൾ ഉണ്ട്. പ്ലസ് അതിനകത്ത് ഓട്ടോമൊബൈലിനകത്തുള്ള ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. സോ അപ്പം അതെല്ലാം കൂടെ ചേർത്ത് കമ്പൈൻഡ് ആയിട്ട് ചോദിച്ചുള്ളതുകൊണ്ട് അവർ മെഷീൻസും സർക്യൂട്ട്സും ഡിജിറ്റലും അനലോഗും അപ്പം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലെ കംപ്ലീറ്റ് സബ്ജക്ട്സും കൂടെ കോർ സബ്ജക്ട്സും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡെയിംലറിന്റെ. അപ്പം ഓൺലൈൻ എക്സാം അത്രയാണ് ഉള്ളത്. അപ്പം എങ്ങനെ പോയാലും ഓൺലൈൻ എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല കേപ്പബിലിറ്റി ഉള്ളതാണ്. അപ്പം ആർക്കും തന്നെ അങ്ങനെ ഒരു, കാരണം സീറ്റിൽ നിങ്ങൾ പെട്ട പ്ലേസ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ സുഖമായിട്ട് ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ടെക്നിക്കലി പിന്നെയും കുറച്ചുകൂടെ നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് അടുത്ത വർഷം വരുന്നുണ്ട്. അടുത്ത വർഷമല്ല, അടുത്ത സെമ്മിൽ വരുന്നുണ്ട്. സോ ഇപ്പോഴേ നോക്കി തുടങ്ങുവാണെങ്കിൽ അതിന് ലാഭമായിരിക്കും, പിന്നെ ഗേറ്റിന് ലാഭമായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ഇതുകൊണ്ട് പ്ലേസ്മെന്റിന് പഠിക്കുന്നുള്ളതുകൊണ്ട് പ്ലേസ്മെന്റിന് മാത്രമല്ല വേറെ പല ഉപകാരങ്ങളും ഉണ്ട്. സോ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയൊരു മെന്റാലിറ്റി, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ കാണുന്ന ഒരു പെർസ്പെക്റ്റീവേ മാറി തുടങ്ങും. അപ്പം ഒരു അപ്പൊ തൊട്ടാണ് ശരിക്കുള്ള നമ്മുടെ ഫൈറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാനൊരു കുറച്ച് ഈ കമ്പനി ഞാൻ HR വരെ എത്തിയെങ്കിലും എനിക്ക് ഈ കമ്പനി കിട്ടിയില്ല. അവര് ഡൈവേഴ്സിറ്റി ഹയറിങ് ഉണ്ട്. അപ്പം അത് ഓർത്ത് പേടിക്കരുത്. ഡൈവേഴ്സിറ്റി ഹയറിങ് കുറച്ചധികം കൂടുതലാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് നിങ്ങളൊരു കാര്യം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ എടുക്കാണ്ടിരിക്കാൻ അവർക്ക് യാതൊരു വഴിയില്ല. സോ നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് എന്തോഴാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഒരു റിസൾട്ട് വരുന്നത്. സോ സ്റ്റിൽ ഇവര് ഇലക്ട്രിക്കലി ആരും എടുത്തില്ല. ബട്ട് നിങ്ങൾക്ക് എന്തായാലും അടുത്ത വർഷം വരും. അപ്പം കുറച്ചുകൂടെ നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടാണ് കിട്ടാതെ പോയത് ഞാൻ അവസാനം പറയാം. സോ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂല് ബേസിക്കലി ഇൻട്രൊഡക്ഷൻസ്, അത് ഇവരുടെ കേസിൽ ഇൻട്രൊഡക്ഷൻ ഒരു അത്യാവശ്യം ഒരു ക്രൂഷ്യൽ പാർട്സ് ആയിരുന്നു. കാരണം നമുക്ക് ഇന്റർവ്യൂവിന് മെയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ പാനലിൽ ആരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ലൊരു ധാരണ കിട്ടും. കാരണം നമുക്ക് ഇന്റർവ്യൂവിന് മെയിൽ അയക്കുന്ന ആ സെയിം മെയിൽ തന്നെയാണ് നമുക്ക് ഇന്റർവ്യൂ പാനലിലോട്ടുള്ള ആൾക്കാർക്കും കമ്പനി ഡയറക്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ടു ആർക്കൊക്കെയാണ് CC നോക്കി കഴിയാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റും. മെയിലിനകത്ത് HR ഉണ്ടാവും, പിന്നെ നമ്മുടെ മെയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ബാക്കി സെലക്ട് ആയവരുടെ മെയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ പാനലിലുള്ള ആൾക്കാരുടെ മെയിലും ഉണ്ടാവും. സോ അത് എന്റെ കൂട്ടുകാരനാണ് അത് ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ. അപ്പൊ അന്ന് നോക്കിയപ്പോ തൊട്ട് അത് വല്ലാണ്ട് അപ്ലിക്കബിൾ ആണ്. കാരണം അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അവര് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാനൽ ഇതാണ്, നിങ്ങൾക്ക് ഇപ്പം മൾട്ടിപ്പിൾ പാനൽസ് ഉള്ളവരാണെങ്കിൽ അവരെങ്ങനെയാ പോയാലും മെയിലിനകത്ത് പാനൽ അറ്റാച്ച് ചെയ്യും. ഇന്നയാളാണ് നിങ്ങളുടെ ഇന്റർവ്യൂവർ എന്നുള്ള കാര്യം നിങ്ങളുടെ പാനലിൽ അറ്റാച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മെയിലിന്റെ ഫോർവേഡ് ലിസ്റ്റ് നോക്കിയിട്ട് ആർക്കൊക്കെ അത് കമ്പൈൻഡ് ആയിട്ടാണ് അയച്ചേക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ആരായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂവർ എന്നുള്ളത്. സോ ആരാന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലിങ്ക്ഡിനിൽ പോവുക, ആ കമ്പനി നോക്കുക, എല്ലാ ആളുടെ പേര് സെർച്ച് ചെയ്യുക, കമ്പനി ആയിട്ട് മാച്ച് ചെയ്യുക, ആളെ ഡയറക്റ്റ് പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ അയാൾ എന്താണ് പഠിച്ചിരിക്കുന്നത്, അയാൾ എന്തിലാണ് പാസ് ഔട്ട്, മീൻസ് അയാളുടെ ഡിഗ്രീസ് എന്താണ്, അയാളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അയാൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഡൊമൈൻ ഏതാണ് എന്നുള്ളത് നോക്കുക. സോ മോസ്റ്റ്ലി വർഷ പറഞ്ഞതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഇൻസെയിൻലി ആൻഡ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ദ ഇന്റർവ്യൂവർ. സോ
നമുക്ക് ഇപ്പൊ നോക്കാൻ നേരത്ത് നമ്മുടെ ഇന്റർവ്യൂ നല്ല പാടായിരിക്കും, വേറെ ആളുടെ ഇന്റർവ്യൂ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ മറ്റേ ആളുടെ അത്രയും ചോദിച്ചില്ല, ഒന്നും തന്നെ ചോദിച്ചില്ലെങ്കിൽ പോലും എന്താണ് അവർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം. അപ്പം അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ളതിലല്ല, ആ ഇന്റർവ്യൂ ആ പാനലിന്റെ ആൾക്കാരുടെ ബേസിസിലാണ് ആ കാര്യങ്ങൾ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ലക്കിന്റെ ഫാക്ടർ വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പം അത് നമുക്കായിട്ട് എന്താണ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ആളാണ് നമ്മുടെ ഇന്റർവ്യൂവർ ആയിട്ട് വരുന്നത്. സോ അയാൾ പഠിച്ചത് ഇന്ന ഫീൽഡാണ്. സോ കറന്റ് വർക്കിംഗ് ഓൺ ദിസ് ഡൊമൈൻ. സോ അയാൾ നമ്മുടെ അടുത്ത് പോസിബിൾ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഇപ്പം ഇതിനകത്ത് ഡെയിംലറിന്റെ ഇന്റർവ്യൂവിന് എനിക്ക് വന്ന് സാറ് പുള്ളി അവരുടെ കറണ്ട് എക്സ്പോർട്ട് ആൻഡ് ഓട്ടോമേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരിപ്പം ആ ഒരു ഗുഡ്സ് ആൻഡ് അതിന്റെ എന്താണ് ലോക്കലൈസേഷൻ, ദെൻ അതിന്റെ ബേസിക്കലി ആ ലോജിസ്റ്റിക്സ് പാർട്ടിന്റെ ഫിസിക്കൽ എൻഡ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആയിരുന്നു അത്. അപ്പം കുറച്ചുകൂടെ എന്താണ് റോബോട്ടിക്സും കുറച്ച് ഇലക്ട്രോണിക്സും പിന്നെ കുറച്ച് മാനിപ്പുലേഷൻ മെത്തേഡ്സ് അങ്ങനെ ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം പുള്ളി ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതാണെന്ന് നമുക്ക് ആദ്യമേ എന്താണ് പിന്നൗട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ തന്നെ ചോദിച്ചു. അതൊക്കെ തന്നെയാണ് മെയിൻലി ചോദിച്ചത്. ബേസിക്കലി നമ്മൾ റെസ്യൂമെ ഒരു വലിയ ഭാഗമാണ്. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്തായാലും അവർ റെസ്യൂമെ ചോദിച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ലൊരു റെസ്യൂമെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പം വർഷ കാണിച്ചതുപോലെ ജോബ് റോള് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ. സോ നിങ്ങൾക്ക് മെയിൻലി നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്കിൽ സെറ്റ് എല്ലാം വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു വെൽ കുക്ക്ഡ് പ്രൊഫൈൽ പോലെ നിങ്ങളുടെ റെസ്യൂമെ നിങ്ങളൊന്നും ബിൽഡ് ചെയ്യണം. നിങ്ങളെടുത്ത എല്ലാ കമ്പനിയിലും ഉപയോഗിക്കരുത്. നിങ്ങൾ ഓരോ കമ്പനിക്കും ഓരോ ജോബ് റോളിന് അപ്ലൈ ചെയ്യുമ്പോഴും ആ ജോബ് റോളിനനുസരിച്ച് വേണം നിങ്ങൾ ആ റെസ്യൂമെ കൊടുക്കാൻ. ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു പ്രൊജക്ട്, നിങ്ങളുടെ റെസ്യൂമില് ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ് ഉണ്ടാവും, ഇലക്ട്രോണിക്സ് പ്രൊജക്ട് ഉണ്ടാവും. ഇപ്പം എന്റെ ഇതിനകത്താണെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് പ്രൊജക്ട് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ ഐ വാസ് മച്ച് മോർ ഇൻക്ലൈൻ ടു ഇലക്ട്രോണിക്സ് ഫീൽഡ്, എംബഡഡ് VLSI ഫീൽഡ്, റോബോട്ടിക്സിലായിരുന്നു എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. അപ്പം ഞാൻ ബേസിക്കലി എന്റെ റെസ്യൂമെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ അതിനകത്ത് ചെയ്ത പ്രൊജക്ട്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ബട്ട് സ്റ്റിൽ ABB ഇല്ലെങ്കിൽ സ്നൈഡർ പോലെ ഒരു കമ്പനി വരാൻ നേരത്ത് അവര് വിൽ ബി മച്ച് മോർ ഫോക്കസിങ് ഓൺ ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ്. സോ നിങ്ങൾ ആദ്യമേ ഇലക്ട്രോണിക്സ് പ്രൊജക്ട്സ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് ചോദിച്ച് ലാസ്റ്റ് ആണ് നിങ്ങൾ ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ് ഇട്ടേക്കുന്നെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല എമൗണ്ട് ഓഫ് ടൈം പോകും. അപ്പം അവർക്ക് വേണ്ട ഒരു രീതിയിൽ ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെന്ന് വരാം. അപ്പോ നമ്മൾ അതുകൊണ്ടാണ് അക്കോർഡിംഗ് ടു ദ ജോബ് റോൾ യു ഷുഡ് സ്ക്രാമ്പിൾ യുവർ റെസ്യൂമെ. സോ ഒരു പക്ക കുക്ക്ഡ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ ആദ്യമേ ഡിസൈൻ ചെയ്ത് വെക്കുക. എവറി പ്രൊജക്ട്സ്, എവറി സ്കിൽ സെറ്റ്, എവറിത്തിങ് യു ഹാവ് ടു സേ അബൌട്ട് യു, അതെല്ലാം കൂടെ ചേർത്തൊരു കംപ്ലീറ്റ്ലി പാക്ഡ് റെസ്യൂമെ ഉണ്ടാക്കി വെക്കുക. ദെൻ അക്കോർഡിംഗ് ടു ദ ജോബ് റോൾ ദാറ്റ് യു ആർ അപ്ലൈയിങ് ഓർ ദ കമ്പനി ഈസ് ആസ്കിങ്, നിങ്ങൾക്ക് ആ പ്രൊജക്ട്സിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇപ്പം പ്രോഗ്രാമിങ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ അനലോഗ് ഡിജിറ്റൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ഹാർഡ്വെയർ കമ്പനി വരാൻ നേരത്തെ അനലോഗും ഡിജിറ്റലും സ്കിൽ സെറ്റിന്റെ ഏറ്റവും ടോപ്പിൽ ഇടുക. C പ്രോഗ്രാമിംഗ്, C++ പ്രോഗ്രാമിംഗും ബാക്കി അങ്ങനെ പ്രോഗ്രാമിംഗ് പാർട്ട് വരുന്നത് ആ സ്കിൽ സെറ്റിന്റെ ഏറ്റവും താഴത്തേക്ക് ഇടുക. മീൻസ് അത് കളയണം എന്നല്ല ഞാൻ പറയുന്നത്, അത് ആ ഒരു ഓർഡർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. കാരണം അക്കോർഡിംഗ് ടു ദ ജോബ് റോൾ ഇറ്റ്സ് പ്ലേസ് എ റിയലി ക്രൂഷ്യൽ റോൾ. സോ പിന്നെ കുറെ കീ പോയിന്റ്സ്, അതായത് ഇപ്പം നിങ്ങൾ റെസ്യൂമെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ATS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ATS ഉണ്ട്. സോ നോർമലി ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് റെസ്യൂമേസിന് നിങ്ങളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ATS. അപ്പം അതിനകത്ത് നിങ്ങളുടെ ATS സ്കോർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആക്കപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ റെസ്യൂമെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ ATS ഇട്ടിട്ട് നിങ്ങളുടെ കറസ്പോണ്ടിങ് ATS സ്കോർ എത്ര എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ കുറച്ചുകൂടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ATS സ്കോറിനകത്ത് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ എങ്ങനെ പോയാലും ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നെ മാറ്റണം. ചിലപ്പം എന്താണ് വലിയ ഡിസൈനുകൾ കുറെ ഉണ്ടാവും, ഇല്ലെങ്കിൽ കുറെ ആവശ്യമില്ലാത്ത അൺനെസസറി തിങ്സ് ഇല്ലെങ്കിൽ ഐക്കൺസ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ റെസ്യൂമേൽ. സോ ഇതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ റെസ്യൂമെ എത്ര ഐ കാച്ചിങ് ആണെങ്കിലും കാര്യമില്ല. അതിനകത്ത് അവർ നോക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊജക്ട്സ്, ബേസിക്കലി നിങ്ങളുടെ സ്കിൽ സെറ്റ് അത്രയായിരിക്കും. അവർക്ക് നോക്കാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ബേസിക്കലി ATS കഴിഞ്ഞിട്ട് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. സോ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതുകൊണ്ട് അവർ ഇന്റർവ്യൂവിന് മുമ്പായിരിക്കും നോക്കുക. അപ്പം മൊത്തത്തിൽ നോക്കുമായിരിക്കും. പക്ഷേ അവർക്ക് നോക്കാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അവർ ബേസിക്കലി നിങ്ങളുടെ പ്രൊജക്ട്സ് സ്കിൽ സെറ്റിലായിരിക്കും നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇത്ര ലാംഗ്വേജ് അറിയാം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ് ഇത്ര അറിയാം. സോ അത് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ ബിഗിനർ, ഇന്റർമീഡിയറ്റ്, പ്രോ ലെവൽ അങ്ങനെ അതിനൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടില്ല.
ഇഫ് യു നോ ദാറ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ജോബ് റോൾ അതിനെ നീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ ദാറ്റ് ഓൺ ദ ഇന്റർവ്യൂ. അത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളെ റെസ്യൂമെ റിജക്ട് ചെയ്യില്ല. സോ ബേസിക്കലി നിങ്ങളുടെ പ്രൊജക്ട്സിനും സ്കിൽ സെറ്റിനും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ഞാൻ കണ്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10, +1, +2 എല്ലാത്തിൻ്റെ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ബേസിക്കലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ സെക്കൻഡറി, അതായത് +2 ലെവല് ആൻഡ് നമ്മുടെ കോളേജ് ലെവല്, കറണ്ട് CGPA എത്രയുണ്ടോ ആ ഒരു ലെവൽ അത്രയും മതി. അല്ലാണ്ട് നമുക്ക് വലിയൊരു സ്പേസ് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മച്ച് മോർ ആയിട്ട് നമ്മളെന്താണ് അവരുടെ ഐ ക്യാച്ചിങ് ആയിട്ട് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട്സ് ആണ്, നമ്മുടെ സ്കിൽ സെറ്റ് ആണ്. സോ അത് ബേസിക്കലി ഒറ്റ നോട്ടത്തിൽ കാണത്തക്ക രീതിയിൽ അത്രയും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അതിനാണ് നമ്മുടെ റെസ്യൂമെ ബിൽഡിങ്ങിൽ ഒരു മെയിൻ പോയിന്റ് ഇരിക്കുന്നത്. സോ അത് നല്ലതുപോലെ ഒന്ന് ഫോക്കസ് ചെയ്യണം. സോ നിങ്ങൾ ഒരു റെഫറൻസ് പോലെ ഒരു കംപ്ലീറ്റ്ലി കുക്ക് ദ റെസ്യൂമെ ബിൽഡ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ ജോബ് റോൾ യു ആർ അപ്ലൈയിങ്, അക്കോർഡിംഗ് ടു ദ കമ്പനീസ് നീഡ്. നിങ്ങൾ ആ പ്രൊജക്ട്സ് സ്കിൽ സെറ്റ് എല്ലാം സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ടും താഴത്തോട്ടൊക്കെ മാറ്റി വെച്ച് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് വേണം റെസ്യൂമെയിൽ കൊടുക്കാൻ. അവർക്ക് എങ്ങനെ പോയാലും ഇന്റർവ്യൂ റൗണ്ട് കയറാൻ നേരത്തെ ഒരു റെസ്യൂമെ ചോദിച്ചിരിക്കും. അപ്പം ഇന്റർവ്യൂല് ഫസ്റ്റ് എല്ലാ ടെക്നിക്കൽ ഇന്റർവ്യൂസിലും ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ ടെക്നിക്കൽ ഇന്റർവ്യൂസിലും എന്റെ കൂട്ടുകാർ കയറിയ അത്യാവശ്യം എല്ലാ ഇന്റർവ്യൂസിലും അവരുടെ അടുത്ത് ആദ്യമേ ചോദിച്ചിരിക്കുന്ന അവരുടെ റെസ്യൂമെ ആണ്. സോ നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ട്സ്, നിങ്ങൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന സ്കിൽ സെറ്റ്സ്, അതാണ് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പ്രൊജക്ട്സ് ആണ്. അപ്പം പ്രൊജക്ട്സ് എന്താണ് അവർക്ക് അത് കേട്ടിട്ടുണ്ടാവില്ല, അവർക്ക് അത് അറിയത്തുണ്ടാവില്ല. സോ എനിക്ക് വന്ന സാറ് പുള്ളിക്ക് ഞാൻ ചെയ്ത പ്രൊജക്ട്സിനെ കുറിച്ച് മീൻസ് ആ ഒരു ഡൊമൈനെ കുറിച്ച് അറിയത്തില്ല. സോ പുള്ളി കുറച്ചുകൂടെ റോബോട്ടിക്സ് ഡൊമൈൻ ആണ് പുള്ളി. അപ്പം ഞാൻ ആ റോബോട്ടിക്സിലുള്ള ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. സോ പുള്ളി കൂടുതലും ചോദിച്ചത് അതിനെ കുറിച്ചാണ്, പക്ഷെ ബാക്കിയുള്ള പ്രൊജക്ടിനെ കുറിച്ചും ചോദിച്ചു. അപ്പൊ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം, അതായത് ഈ പ്രൊജക്ട്സിനകത്ത് ഇന്ന കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർ മെത്തേഡ് ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ അതെങ്ങനെയാണ് എന്താണ് ആ ഒരു സൊല്യൂഷനകത്തോട്ട് എത്തി, അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിനകത്തോട്ട് എത്തി എന്നുള്ളൊരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർ മെത്തേഡ്. സോ ഫസ്റ്റ്ലി ടാസ്ക് എന്താണെന്ന് നമ്മൾ പറയും, നമ്മൾ അതിനകത്ത് ഫേസ് ചെയ്ത പ്രോബ്ലംസ് പറയും, ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്ന് പറയും, നമ്മൾ ചെയ്യാൻ നേരത്തെ ഇന്ന പ്രോബ്ലംസ് വന്നെന്ന് പറയും, ദെൻ നമ്മൾ അതെങ്ങനെ ഓവർടേക്ക് ചെയ്തു, നമ്മളതെങ്ങനെ കൺസിഡർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഫൈനലി നമ്മൾ ഇന്ന ഔട്ട്പുട്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടി. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ടെല്ലിംഗ് വാട്ട് യു ഡിഡ് ഓൺ എ പ്രൊജക്ട്, അതാണ് സ്റ്റാർ മെത്തേഡ്. സോ അതൊരു ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എല്ലാവരും തന്നെ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഭയങ്കര തറോ ആൻഡ് ക്ലിയർലി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും. സോ നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ് ഒരിക്കലും അത് എത്ര ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും ഒരിക്കലും അതിനെ വില ഇതൊന്നും എന്താണോ അത്രയും വലിയൊരു പ്രൊജക്ട് വേറെ ആരും ചെയ്തിട്ടുള്ള രീതിയിൽ വേണം നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാൻ. സോ അത്രയും നല്ലതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നതിലാണ് അത് കാര്യം. പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലിങ്ക്ഡിനിൽ നിന്ന് അവരുടെ ഡൊമൈൻസും അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും സെർച്ച് ചെയ്തെടുക്കാൻ നേരത്ത് അവർ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് ഏത് പോർഷനിലോട്ടാണോ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കണം. കാരണം അവർക്ക് അവിടെ നിന്ന് ചോദിക്കാൻ അറിയത്തുള്ളൂ. സോ അവർ അവിടെ നിന്നേ ചോദിക്കുള്ളൂ. അതിപ്പം ഈവൻ ഇഫ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചൊരു എന്താണ് പറയാൻ പാകത്തിന് നിങ്ങൾക്ക് ഉണ്ടാവണം ആ ഒരു ഫീൽഡിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇവരൊരു ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ടും അവര് മെയിൻലി നമ്മുടെ ആ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ഓട്ടോമൊബൈൽ ആ ഒരു ലെവലിലാണ് ചോദിച്ചത്. സോ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ലൈക്ക് ക്യാൻ പ്രോട്ടോകോൾസ്, പിന്നെ ഒരു വണ്ടിനെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്നത്, ഇപ്പം വണ്ടിയുടെ അത്യാവശ്യം കുറച്ച് അറിയാൻ കാര്യങ്ങൾ, പിന്നെ എന്താണ് മീൻസ് അങ്ങനെ ഡെപ്തിൽ മെക്കാനിക്കൽ അല്ല ചോദിച്ചത്, പക്ഷെ ചെറിയ മെക്കാനിക്കൽ കണ്ടന്റ് ഉണ്ട്. അതപ്പോ നമ്മൾ അത്രയും ഡെപ്തിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ബ്രേക്ക് എന്തിനാ, ക്ലച്ച് എന്തിനാ, ആക്സിലേറ്റർ എന്തിനാ, അങ്ങനെ ഒരു ലെവലിൽ ഒരു ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ചുകൂടെ എന്താണ് കൂളിംഗ് സിസ്റ്റംസ്, ബ്രേക്കിംഗ് സിസ്റ്റംസ്, മെയിൻലി സേഫ്റ്റി മെഷേഴ്സ് ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ അതിന് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതാണ് ബേസിക്കലി ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ അവർ ചോദിച്ചിരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ അവർ ചോദിച്ചു, വാട്ട് ക്യാൻ ബി കോൺട്രിബ്യൂട്ട്, അതായത് നമ്മൾ ഈ കമ്പനിയിൽ നമ്മൾ ഈ ജോബ് റോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ ഒരു എന്താണ് കമ്പനി മാത്രമേ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള കമ്പനീസിന് ഇന്റർവ്യൂസിന് അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയോ വളഞ്ഞു തിരിഞ്ഞ് അവിടേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ജോബ് റോളിനനുസരിച്ച് എന്തുകൊണ്ട് നിങ്ങളെ ആ കമ്പനി എടുക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോബ് റോളിനെ ആപ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം. സോ അത് നിങ്ങൾ ബേസിക്കലി ഇങ്ങനെ ചേർത്ത്
വെച്ച് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം. സോ അത് വലിയൊരു ഫാക്ടർ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സെഷൻ പോലെ. അപ്പം നിങ്ങൾക്ക് ആ ഒരു പോർഷൻ നിങ്ങൾ ഇന്റർവ്യൂ പാനലിൽ തരുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻലി അത് നല്ലതുപോലെ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ വല്ലാണ്ട് എന്താണ് ബ്ലാബർ ചെയ്തിട്ടുണ്ടോ, അപ്പം നമ്മൾ ഓവറോൾ നമ്മളെ അവരെങ്ങനെ വിലയിരുത്തും എന്നുള്ളത് നമുക്ക് ഡയറക്ട്ലി ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് എന്താണ് അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഈ ജോബ് റോളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും, നമ്മൾ എന്തായിരിക്കും അവിടെ ചെയ്യുന്ന ജോലി എന്തായിരിക്കും, വാട്ട് ആർ വി ഗോയിങ് ടു ഡു ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു അച്ചീവ് സംതിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്ട്ലി ഫ്രീ ആയിട്ട് ചോദിക്കാം. അതായത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഹെക്ടിക് ടാസ്ക് ആണ് ശരിക്കും എനിക്കും തോന്നിയിരുന്നു. പക്ഷേ 1-2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇത് മസിൽ പിടിച്ചിരുന്ന ശ്വാസം അടക്കി പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ഭയങ്കര ഫ്രീ ആയിട്ട് ഭയങ്കര കാഷ്വൽ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ. സോ ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഇറ്റ് വിൽ ബി HR. അപ്പം HR റൗണ്ടിൽ മെയിൻലി വർഷ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടെ ടീം വർക്ക് ബേസിസിലാണ് ഞാൻ കയറിയ എല്ലാ കമ്പനിയിലും അവർ ചോദിച്ചേക്കുന്നത്. സോ നിങ്ങൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യുക, ടീമിനകത്തൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത പ്രൊജക്ട് ടീമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്, വാട്ട് ഓൾ മെഷേഴ്സ് യു ടേക്ക്, എങ്ങനെയാണ് അതിന് ഒരു ഫൈനലി ഒരു ഔട്ട്പുട്ടിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ എല്ലാ കമ്പനീസും ചോദിച്ചത്. ടീം വർക്ക് ആൻഡ് ടൈം മാനേജ്മെന്റ് ഒരു വലിയ പോർഷനാണ് HR റൗണ്ടിലെ. സോ ഓൾറെഡി ഉള്ളതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഒരു വലിയ പാർട്ടായിരിക്കും. ദെൻ അവര് നിങ്ങളുടെ HR റൗണ്ടിൽ പോലും നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങളുടെ പ്രൊജക്ട്സിനെ കുറിച്ച് ചോദിക്കും. സോ അവർക്ക് നിങ്ങളുടെ പ്രൊജക്ട്സ് അല്ല വേണ്ടത്, നിങ്ങൾ പ്രൊജക്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊജക്റ്റിൽ ചെയ്ത് വെച്ചാൽ അതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തൊരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നേരത്ത്, സീറോ നോളജ് അബൌട്ട് ദാറ്റ് ഉള്ളൊരു വേറൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ നേരത്ത് എന്താണ് കോംപ്ലക്സിറ്റി ടു ദാറ്റ് അതർ പേഴ്സൺ, മറ്റൊരാൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു, എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് എന്താണെന്ന് വേറെ ആൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ ഓഫ് അപ്രോച്ച് ആണ് ബേസിക്കലി HR റൗണ്ടിൽ ചോദിക്കുക. അപ്പം നമ്മൾ റെസ്യൂമിൽ ചോദിക്കുമ്പോൾ ഓർക്കും നമ്മുടെ പ്രൊജക്ട്സ് കുറിച്ച് അറിയാൻ വേണ്ടിയായിരിക്കും ആദ്യത്തെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ബട്ട് ഒരിക്കലല്ല, അവർക്ക് പ്രൊജക്ട്സിന്റെ ടെക്നിക്കാലിറ്റിയോ അതിന്റെ കോംപ്ലക്സിറ്റി ഒന്നും അല്ല അറിയണ്ടേ. അവർക്ക് അങ്ങനെ ഒരു കാര്യം, അത് നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് എങ്ങനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കും. ആസ് എ ടീം ലീഡ് നിങ്ങൾക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ PSനെ എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലോട്ട് എത്തിക്കാൻ പറ്റും, അങ്ങനെ ഒരു ലെവലിലാണ് അവർ ചിന്തിക്കുന്നത്. സോ HR റൗണ്ടിൽ ഒരിക്കലും ഡെപ്ത് ഇൻടു ടെക്നിക്കലിലോട്ട് പോകരുത് അൺലെസ് ദേ ആസ്ക്. അവർ ചോദിക്കുമ്പോഴല്ലാണ്ട് അങ്ങനെ ഡെപ്തിലോട്ട് അതിനകത്തോട്ട് ഇറങ്ങി പോകരുത്. ഓൾ ദ ടൈം എന്താണ് സ്റ്റിക്ക് ടു ദിസ് കോൺവെർസേഷൻ പെർസ്പെക്റ്റീവ് ടൈപ്പ് ഓഫ് പാർട്ട്. സോ അതായിരുന്നു ഡെയിംലർ ട്രക്ക്. പിന്നെ HR റൗണ്ടില് മോസ്റ്റ്ലി എല്ലാവരും എന്താണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഹയർ സ്റ്റഡീസ്. സോ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് 100% താല്പര്യം ഉണ്ടെങ്കിൽ പോലും ദയവ് ചെയ്ത് പറയരുത് എനിക്ക് ഹയർ സ്റ്റഡീസ് താല്പര്യമുണ്ട്, പോകണമെന്നുണ്ട്, 2-3 വർഷം കഴിയുമ്പോൾ പോകണമെന്നുണ്ട്. ഇപ്പം നിങ്ങളെ ഒരു HR പെർസ്പെക്റ്റീവ് ചിന്തിക്കാൻ നേരത്ത് അവര് നോക്കുന്നുണ്ടായിരിക്കും, അവരൊരു ആളെ സെലക്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കമ്പനിയിൽ ഒരു 3-4-5 വർഷത്തേക്ക് ഇല്ലെങ്കിൽ ഒരു കുറച്ചധികം കാലത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയി. സോ അതാണ് അവർ നോക്കുക. അതായത് അവർക്ക് എന്താണ് അവരതിനിടയ്ക്ക് എന്താണ് പിരിച്ചുവിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സ്റ്റിൽ അവർ നോക്കുമ്പോൾ അവരുടെ എളുപ്പത്തിന് അവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജോലി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ മാത്രമായിരിക്കും ഒരു HR പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനി പ്രിഫർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ സെക്കൻഡ് റൗണ്ടില് HR-ന്റെ അടുത്ത് അല്ലെങ്കിൽ മറ്റേ എന്താണ് ടെക്നിക്കൽ റൗണ്ടിലാണെങ്കിൽ പോലും ഹയർ സ്റ്റഡീസിനെ കുറിച്ച് എന്താണ് പോവാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്, ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. അതായത് എനിക്ക് ഇതുവരെ അതിന് തീരുമാനമായിട്ടില്ല എന്തിന് പോകണം, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ വേണമെങ്കിൽ തട്ടിമുട്ടി വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും പോകണം ഇല്ലെങ്കിൽ 2-3-4 വർഷം കഴിഞ്ഞ് പോകാൻ താല്പര്യമുണ്ട് അങ്ങനെ പറയരുത്. എനിക്ക് പറ്റിയത് അതായിരുന്നു. സെക്കൻഡ് റൗണ്ടിൽ ഞാനത് പറഞ്ഞു. അതുകൊണ്ടാണോ അതോ മീൻസ് ആ ഡൈവേഴ്സിറ്റി ഹിയറിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ രണ്ടും അറിയത്തില്ല. പക്ഷെ രണ്ടിനും കൂടെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കാം. അതാണ് അവിടെ ശരിക്കും ഒരു മിസ്മാച്ച് ആയിട്ട് ആകെ കൂടെ ഇത്രയും റൗണ്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അത് ബാക്കിയുള്ള കമ്പനീസിലും എനിക്ക് ഏറെക്കുറെ അങ്ങനെ കൂട്ടുകാർ പറഞ്ഞതായിട്ടും ഫ്രണ്ട്സ് അവരെല്ലാം പറഞ്ഞത് വെച്ചിട്ട് ബേസിക്കലി അവരൊരു ഹയർ സ്റ്റഡീസ് പോകാൻ താല്പര്യമുള്ളവരെ വലിയ കാര്യമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യില്ല. സ്റ്റിൽ നമുക്ക് എന്താണ്, നമുക്ക് കിട്ടാൻ പറ്റുന്ന എല്ലാ അഡ്വാൻറ്റേജും നമ്മൾ എടുക്കുക, അതാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഡു ലൈക്ലി. സോ സെക്കൻഡ് കമ്പനി ആയിരുന്നു സോഹോ.
സോ ഇതൊരു കോർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പനി അല്ല, ഇതെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയിരുന്നു. ബട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വൺ ഓഫ് ദ എമേർജിങ് ആൻഡ് ഒരു ഗ്രേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് സോഹോ. സോ ഇവരായിരുന്നു ഉള്ളതിൽ ഏറ്റവും ടാസ്ക്ഫുൾ ആൻഡ് ഹെക്ടിക് എക്സാംസ്. സോ ഇവരുടെ എക്സാംസ് ഓഫ്ലൈൻ ആയിരുന്നു. അപ്പം നമ്മൾ സി ജി പിയിൽ വെച്ചിട്ടായിരുന്നു, സീറ്റ ഹോളിൽ അവിടെ വെച്ചിട്ടായിരുന്നു എക്സാംസ്. സോ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണ്. അപ്പം ആദ്യമേ ആപ്റ്റിറ്റ്യൂഡ് എല്ലാത്തിലുള്ളത് പോലെ തന്നെ ചെറിയ ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഇവർ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇവർ കംപ്ലീറ്റ്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലായിരുന്നു. അപ്പം സി ആൻഡ് പൈത്തൺ ആണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾക്കൊരു അത്യാവശ്യം ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് സി ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. സോ അത് കുറച്ചുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക. പിന്നെ പൈത്തൺ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ബേസിക് സിൻടാക്സസ്, ബേസിക് എന്താണ് ലൂപ്സ്, കണ്ടീഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, ഇതെല്ലാം ഒന്ന് നോക്കി വെക്കുക. കാരണം അത്രേ ചോദിക്കുകയുള്ളൂ. പൈത്തണിൽ അവരൊരു കോഡ് എഴുതാനോ ഒരിക്കലും ചോദിക്കില്ല, സിയിൽ ഒരു കോഡ് എഴുതാൻ ചോദിക്കില്ല. അവർ ഒരു ഔട്ട്പുട്ട് ഇന്റർപ്രിറ്റേഷൻസ് ഇല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം അങ്ങനെ ഒരു കാര്യമായിരിക്കും ചോദിക്കുന്നത്. മെയിൻലി പോയിന്റേഴ്സ്, സോർട്ടിങ്സ്, അറേ, കുറച്ചുകൂടെ എന്താണ് കോൺസെപ്റ്റ്സിലി ഡെപ്തിലായിരിക്കും സിന്ന് ചോദിക്കുക. ആൻഡ് ഇൻ പൈത്തൺ ഒരു പ്രോഗ്രാം തരും, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഔട്ട്പുട്ട് ഇന്റർപ്രിറ്റേഷൻ ആയിരിക്കും പൈത്തണിൽ ചോദിക്കുക. സോ രണ്ടും ഏറെക്കുറെ ഒരു മണിക്കൂർ എടുത്ത് എക്സാം ഉണ്ടായിരുന്നു. സോ നമ്മൾ OMR ഫിൽ ചെയ്ത് കൊടുത്തു. ദെൻ അതിന്ന് സെലക്ട് ആയത് വെച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് എന്താണ് ഒരു കോഡിംഗ് ഇന്റർവ്യൂ അല്ലായിരുന്നു, ഡയറക്റ്റ് ഒരു കോഡിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് അവർ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, 3 മണിക്കൂർ ടൈം ഉണ്ട്, സോ സോൾവ് ദാറ്റ്. അതായിരുന്നു അവരുടെ ഫസ്റ്റ് റൗണ്ട്. അപ്പം ക്വസ്റ്റ്യൻ തന്നു, നമ്മൾ അവിടെ കോളേജിൽ തന്നെ ലാബിൽ നമ്മൾ ചെയ്തു തുടങ്ങി. 3 മണിക്കൂറൊന്നും പോരാണ്ട് വന്നു, അത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞങ്ങൾക്ക് തന്നിരുന്നത് ഹാഷ് ഫംഗ്ഷൻ ആയിരുന്നു. ഹാഷ് ഫംഗ്ഷൻ എന്താണ് കുറച്ചധികം എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു അപ്ഡേഷനിൽ എന്താണ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ലാംഗ്വേജ് ഫ്ലൂയിഡ് ആണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ലാംഗ്വേജിലും ചെയ്യാം. CPP, പൈത്തൺ, ജാവ എന്തിൽ വേണമെങ്കിലും ചെയ്യാം, അതിലൊരു പ്രശ്നമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയർ കമ്പനീസും അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരൊരു സ്പെസിഫിക് ലാംഗ്വേജ് എന്താണ് കോഡിങ്ങിന് അവർ ചോദിക്കില്ല. സോ അതായിരുന്നു ഫസ്റ്റ് റൗണ്ട്. അവർക്ക് HR റൗണ്ട് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു, കാരണം ആ ഒരു റൗണ്ട് ആയിരുന്നു അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ഇപ്പം ഓരോ കമ്പനീസിലും ഞാനിപ്പം കണ്ടിട്ടുള്ള ഓരോ കമ്പനീസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൗണ്ട് ഏതായിരുന്നു അതിന് ഞാനാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ നിങ്ങൾ എത്തുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അവിടെ കുറച്ചുകൂടെ എന്താണ് നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കാൻ ശ്രമിക്കുക. സോ സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ HR അതൊരു 10 മിനിറ്റ് കൊണ്ട് തീർന്നു. അപ്പം അതൊരു CSE എടുത്തുള്ളൂ, ഒരാളെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്റേൺഷിപ്പ് ആയിട്ട് ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതപ്പം അത്യാവശ്യം കുറച്ച് നല്ല വലിയ കമ്പനിയായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കോറിനകത്തോട്ട് പോകാൻ താല്പര്യമില്ല, കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ഫീൽഡ് നോക്കുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു കമ്പനി ആയിരുന്നു സോഹോ. നല്ല കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്ത് തരുന്നൊരു മീൻസ് അപ്ട്രസ്റ്റിംഗ് കമ്പനി ആയിരുന്നു സോഹോ. സോ അടുത്തതായിരുന്നു ABB കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് അപ്രോച്ച് ആയിരുന്നു. അതൊരു അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്, നമ്മുടെ കോർ കമ്പനിയാണ് ABB. നമ്മുടെ ഒരു പ്രിവിലേജ്ഡ് കമ്പനീസ് ആയിരുന്നു ABB ഇത്രയും കാലം, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് മാത്രം, അതായത് ഇലക്ട്രിക്കൽ ട്രിപ്പിളിയിൽ മാത്രം വരുന്ന കമ്പനീസ് ആണ് നമ്മൾ പ്രിവിലേജ് കമ്പനീസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ABBക്കും ഇതേപോലെ തന്നെ ഓൺലൈൻ എക്സാംസ് ആപ്റ്റിറ്റ്യൂഡ്, അത് കുറച്ചുകൂടെ എന്താണ് പവർ ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം, അതായത് വർഷം ആദ്യം പറഞ്ഞുകൊണ്ട് സ്വിച്ച് ഗിയേഴ്സ്, ബാക്കി കാര്യങ്ങൾ അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓൾസോ അവർക്ക് റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീൽഡ് അതൊരു 4-5-6 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം 5-6 വർഷം മുമ്പാണ് അതൊന്ന് എന്താണ് അത്യാവശ്യം എമേർജിംഗ് ആയിട്ട് വന്നേ. അവർക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പം അത്യാവശ്യം വേൾഡ്സ് നമ്പർ ബെസ്റ്റ് റോബോട്ടിക്സ് പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് ABB. സോ ഇതില് അവര് ജോബ് റോൾ തന്നപ്പം ജോബ് റോളിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം, അതായത് 18 മാസം നമ്മൾ കംപ്ലീറ്റ്ലി ലൂപ്പിംഗ് ത്രൂ ദെയർ ഡിഫറെന്റ് ഡൊമൈൻസ്. അതായത് അവിടെയുള്ള എല്ലാ ഡൊമൈൻസിലും പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാ ഡൊമൈൻസിലും നമ്മൾ എത്രയാണ് 3 മാസം 4 മാസം വെച്ച് ചിലവഴിക്കും. സോ അക്കോർഡിംഗ് ടു അവർ പെർഫോമൻസ് നമ്മൾ ഏതിലാണോ ഏറ്റവും നല്ലതുപോലെ പെർഫോം ചെയ്തേ ആ ഡൊമൈനിലായിരിക്കും പിന്നീട് നമ്മളെ ഫുൾ ടൈം ആക്കുന്നത്. സോ അതായിരുന്നു ഇവരുടെ ഒരു പോളിസി. സോ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനി, നമ്മുടെ ഒരു മെയിൻ കോർ കമ്പനീസ് ആണ്. ഓൾസോ ഒരു ഫ്ലൂയിഡ് ആണ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് രണ്ടും കൂടെ കമ്പൈൻഡ് ആണ്, ഒരു ഫ്ലൂയിഡ് കമ്പനിയാണ്. സോ അതിന് ഫസ്റ്റ് റൗണ്ട് ടെസ്റ്റ് ആൻഡ് ഓൺലൈൻ എക്സാം, ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, മെഷീൻസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഓൺലൈൻ എക്സാം. ദെൻ ഫസ്റ്റ് റൗണ്ട് അതൊരു AI പ്രോക്റ്റേഡ് ഇന്റർവ്യൂ ആയിരുന്നു. അതായത് ഒരു AI ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് നമുക്ക് 3 മിനിറ്റ് ടൈം ഉണ്ട് ചിന്തിക്കാൻ ആ ക്വസ്റ്റിനെ കുറിച്ച്. ദെൻ നമ്മളൊരു 2 മിനിറ്റ് വീഡിയോ
തിരിച്ച് റെക്കോർഡ് ചെയ്യും. അതായിരിക്കും നമ്മുടെ ആൻസർ. ആ വീഡിയോ നമുക്കൊരു മാക്സിമം അപ് ടു 3 ടൈംസ് 3 തവണ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു AI പ്രൊക്ടഡ് ഇന്റർവ്യൂ. അത് അങ്ങനെ കണ്ടില്ല, ഇതിലാണ് ആദ്യമായിട്ട് കണ്ടത്. ഇത് കുറച്ചുകൂടെ ട്രിക്കി ആൻഡ് എന്താണ് ഫാസ്റ്റസ്റ്റ് ഫിംഗർ മെത്തേഡിലാണ് ഇവര് പൊക്കോണ്ടിരുന്നത്. സോ ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് എൻ ഇന്റർവ്യൂ. അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതിലും ഒരു ടീം മാനേജ്മെന്റ്, ഒരു ഹെഡ് ഓഫ് ദ ലീഡ്, അങ്ങനെ ഒരു ബേസിസിലായിരുന്നു അതിനകത്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അപ്പോൾ നിങ്ങളൊരു ടീമിലാണ്, അപ്പൊ ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായി, ഹൗ വിൽ യു അപ്രോച്ച് ടു ദാറ്റ് സിറ്റുവേഷൻ, നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കണം, നിങ്ങളുടെ ടീമിൽ ഇന്ന ആൾക്കാർക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്. സോ ഹൗ വിൽ യു ഫോക്കസ് ഓൺ ദാറ്റ്? നിങ്ങൾക്ക് ടൈം ഭയങ്കര കുറവാണ്. സോ യു ഹാവ് ടു ഡു എ ഹെക്ടിക് പ്രോജക്ട്. ഹൗ വിൽ യു ഡിവൈഡ് യുവർ ടൈം? സോ ടൈം മാനേജ്മെന്റ് ആൻഡ് ടീം വർക്ക്, അത് ബേസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ. സോ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് തിരിച്ച് ആൻസർ പ്രൊവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു എനിക്ക് തോന്നുന്നു സ്നൈഡറിനും ഈ സെയിം ഇതുണ്ടായിരുന്നു. അത് പക്ഷെ ഓൺലൈൻ എക്സാമിനായിരുന്നു കണ്ടിരുന്നത്. സ്നൈഡറിന്റെ ഓൺലൈൻ എക്സാമിന് ഇതേപോലെ പാറ്റേൺ ഫൈൻഡിങ്, നമ്മളൊരു ഇമേജ് കണ്ടിട്ട് അത് സിമെട്രിക് ആയിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതായത് കുറച്ചുകൂടെ എന്താണ് ഒരു മൈൻഡ്, അതായത് നമ്മുടെ മൈൻഡിന്റെ ഷാർപ്നെസ് ചെക്ക് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് ഉണ്ടായിരുന്നു. സോ കുറച്ച് നമ്പർ കാണിക്കും, അത് അതേ സീക്വൻസിൽ അടിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ നമ്പർ നേരെ റിവേഴ്സിൽ അടിക്കുക. നമ്മൾ സ്ട്രേറ്റ് കാണുന്ന നമ്പർ റിവേഴ്സ് അടിക്കുക. ഒരു ഇമേജ് കാണുമ്പോൾ അതിന്റെ സിമെട്രിക് ആയിട്ടുള്ള ഒരു കറസ്പോണ്ടിങ് ഇമേജ് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുക. അതൊക്കെ റൊട്ടേറ്റഡ് ആയിരിക്കും. സോ നമ്മൾ അങ്ങനെ വരുന്ന ഇമേജ് സെലക്ട് ചെയ്യാം. സോ അങ്ങനെ ഒരു ഗെയിം സെഷൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് സ്നൈഡറിനും ഉണ്ടായിരുന്നു. സ്നൈഡറിന് ഓൺലൈൻ എക്സാമിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ റൗണ്ട് 2 ഇന്റർവ്യൂ എന്ന് പറയുന്നത് നോർമൽ സാധാ ടെക്നിക്കൽ ഇന്റർവ്യൂ ആയിരുന്നു. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. സോ അവർ റെസ്യൂമെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇപ്പം എല്ലാ ടെക്നിക്കൽ ഇന്റർവ്യൂസിലും റെസ്യൂമെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം പ്രൊജക്ട്സ് നിങ്ങളിപ്പോൾ ബേസിക്കലി നിങ്ങളൊരു പ്രൊജക്ടിന്റെ ഒരു ചെറിയ പീസാണ് ചെയ്തതെങ്കിൽ പോലും അത് അത്രയും നല്ലതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നിങ്ങൾ ഒരു പ്രൊജക്ട് 5-10 അവർ ചോദിക്കുന്ന ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഓൾ ദ കോർണേഴ്സ് നിങ്ങൾക്ക് മൊത്തം എന്താണ് ഒരു ഇൻബൗണ്ട് ആയിട്ട് പറയാനുള്ളൊരു നോളജ് ഉണ്ടാവണം. സോ അതാണ് ബേസിക്കലി അവർ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് അവർക്കൊരു വലിയ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണം എന്നുള്ളൊരു നിർബന്ധം ആർക്കും തന്നെ ഇല്ലായിരുന്നു. സോ റെസ്യൂമെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് പവർ ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പാനലിൽ ഉണ്ടായിരുന്ന ഇന്റർവ്യൂർ എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആയിരുന്നു സാറ്. സോ ഇൻവേർട്ടേഴ്സ്, റെക്ടിഫയേഴ്സ്, 3 ഫേസ് സർക്യൂട്ട്സ്, AC ആൻഡ് DC സർക്യൂട്ട്സ്, ഇതിനെക്കുറിച്ചെല്ലാം ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഇന്റർവ്യൂർ ആരാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് അവർ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വി ക്യാൻ പ്രെഡിക്ട് ദാറ്റ് ബിഫോർ ദേ ആസ്ക്. സോ നമുക്ക് അതിനുള്ളൊരു അറ്റ്ലീസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് കുക്ക്ഡപ്പ് ആയിട്ടുള്ള അത്യാവശ്യം എന്താണ് നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് പഠിക്കാൻ ഒരു സമയം കിട്ടുന്നത് പോലെ ചെറിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ തേർഡ് റൗണ്ട് HR ആയിരുന്നു. അതിന്റെ മേജർ പാർട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടോക്കിംഗ് സ്കിൽസ്. അത് പെട്ടെന്ന് തീരുന്ന ഒന്നാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. സോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർന്നു. ഇതിപ്പം തേർഡ് റൗണ്ട് ഇന്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആയിട്ടില്ലായിരുന്നു. ബട്ട് പ്രിൻസ് സെലക്ട് ആയത് വെച്ചിട്ട് അവര് എല്ലാവരും പറഞ്ഞത് ജസ്റ്റ് കാഷ്വലി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ജസ്റ്റ് ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് എൻഡ് ചെയ്യുമായിരുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ABB. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇഗ്നൈറ്റേറിയം. ഇഗ്നൈറ്റേറിയത്തിലാണ് ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. എംബഡഡ് സിസ്റ്റം ആൻഡ് IoT ആണ് എൻ്റെ കറണ്ട് ഡൊമൈൻ. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ പൊസിഷനിലാണ് കയറിയേക്കുന്നത്. സോ ഇവിടെ ഞാൻ പറയാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ തുടക്കത്തിൽ പറയണമെന്ന് ആലോചിച്ചതാണ്, പക്ഷേ മറന്നുപോയി. ഇത് നിങ്ങളൊരു കമ്പനി വരുമ്പം ആ കമ്പനിയുടെ വലുപ്പവും അവർ പ്രൊവൈഡ് ചെയ്യുന്ന CTCയുടെ ബേസിസിലും അല്ല നിങ്ങൾ ആ കമ്പനി ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു ജോലി കയറി കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഭാവിയിൽ ഇമ്പ്രൂവ് ആവാൻ പറ്റും, ഹൗ ക്യാൻ യു മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ആ ഒരൊറ്റ കോൺസെപ്റ്റിന്റെ ബേസിസിൽ മാത്രമായിരിക്കണം നിങ്ങളൊരു ജോബ് ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം, അതായത് നമുക്ക് നല്ലൊരു സാലറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാം. സോ ബട്ട് നമുക്കൊരു 3-4 വർഷത്തേക്ക് കണ്ടിന്യൂസ്ലി ഒരു നല്ല എമൗണ്ട് കിട്ടിയിട്ട് പിന്നീട് നമുക്ക് ഒന്നും കിട്ടാണ്ടിരിക്കുന്നത് അത് ശരിയല്ലല്ലോ. സോ നമ്മൾ എങ്ങനെ പോയാലും നമുക്ക് നല്ലൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ്ലി ഒരു സേവിങ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്നിക്കൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് മീൻസ് ഏത് ജോബ് റോളാണോ നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ളത്
ആ ജോബ് റോളും ആ കമ്പനിയുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജും നോക്കിയിട്ട് വേണം കമ്പനിയുടെ ബ്ലൈൻഡ്ലി CTC, അതായത് വലിയ എമൗണ്ട് ആണ് CTC, സോ ഇവിടെ പോയേക്കാം, ഇത് ലൈഫ് സെറ്റ് ആവും, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ചെല്ലുന്നൊരു കമ്പനിയിൽ നിങ്ങൾ ലൈഫ് ലോങ് നിൽക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പം നിങ്ങൾ എങ്ങനെ പോയാലൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ 8 വർഷം ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് ജമ്പ് ചെയ്യും. സോ വേറൊരു കമ്പനിയിലോട്ട് എത്താൻ നേരത്ത് നിങ്ങൾ വർക്ക് ചെയ്തത് ചെറിയ കാര്യങ്ങളിലാണ്. അതായത് വലിയൊരു കമ്പനി, അതായത് നമുക്ക് IIT പോലൊരു ടാഗ് നമുക്ക് ഒരു വലിയ കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ ആ ടാഗ് കൊണ്ട് ഒരു കാര്യമില്ല. സോ വി ആർ ഗോയിങ്, ഇപ്പം നമ്മൾ മാർക്ക് എന്നുള്ളൊരു വലിയൊരു കവറിൽ നിന്ന് മാറിയിട്ട് കംപ്ലീറ്റ്ലി വി ആർ ഗോയിങ് ടു എ സ്കിൽ ലേബിൾഡ് എൻവയോൺമെന്റ്. സോ ഇനി നമ്മുടെ ലേബൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കോളേജോ നമ്മുടെ മാർക്കോ ഒന്നുമല്ല, നമ്മുടെ സ്കിൽ സെറ്റ് ആണ്. സോ എത്രത്തോളം സ്കിൽസ്, എത്രത്തോളം എക്സ്പീരിയൻസ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ അതിന്റെ ബേസിലാണ് നിങ്ങൾ ഈ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലൊരു ജോബ് റോൾ ഉള്ള, അത്രയും നല്ലൊരു കമ്പനി, അതായത് എമേർജിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ സ്റ്റാർട്ടപ്സ്. ഇപ്പോൾ സ്റ്റാർട്ടപ്സിലൊക്കെ പോയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും കമ്പനി അത്രയും സ്റ്റേബിൾഡ് ആയിരിക്കില്ല, ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും, ചിലപ്പോൾ ഒരു അപ് ടു കംപ്ലീഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹെക്ടിക് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. പക്ഷേ ഒരു 2-3 വർഷം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ ദെൻ നോ വൺ ക്യാൻ മാച്ച് യുവർ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ. സോ അത്രയും നിങ്ങൾ പഠിക്കും, അത്രയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, അത്രയും ഹാൻഡ്സ് ഓൺ പ്രോജക്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതേസമയം ഒരു വലിയ കമ്പനി ചെയ്യുവാണെങ്കിൽ ദേ ഹാവ് എ റെപ്യൂട്ടേഷൻ ടു മെയിൻറ്റെയിൻ, ദേ ഹാവ് ബിഗർ പ്രോജക്ട്സ്. സോ നിങ്ങളെ ഡയറക്റ്റ് ആസ് എ ട്രെയിനി നിങ്ങൾ ഡയറക്ട്ലി അങ്ങനെ ഒരു പ്രൊജക്ടിനകത്തോട്ട് കടക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഒരു ചെറിയ പോർഷൻ ആയിരിക്കും ചെയ്യുന്നത്. സോ അത് ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നിങ്ങളുടെ ഒരു ലേണിംഗ് കർവ് ഇല്ല, നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു റോളാണോ അതാണ് മെയിൻലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഡോണ്ട് ഗോ ബ്ലൈൻഡ്ലി അപ്പോൺ മണി ആൻഡ് ഫെയിം. അത്രയും പറയാൻ ആഗ്രഹിച്ചുള്ളൂ. സോ ഇറ്റ്സ് സിഗ്നിറ്റേറിയം ഓൺലൈൻ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനേക്കാളും കൂടുതൽ ഇന്റർവ്യൂസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാത്രമേ, അതായത് ഇലക്ട്രിക്കലിൽ മാത്രമേ ഇത്ര ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഈസിക്കും സെയിം കമ്പനി VLSI ഡൊമൈനിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ആ കൂടെ 2 ഇന്റർവ്യൂവിൽ കാര്യം തീർന്നു. അപ്പം ഇലക്ട്രിക്കലിന് കുറച്ചുകൂടെ ഇന്റർവ്യൂസ് കൂടുതലായിരുന്നു. അസൻ ഒരു സെമികണ്ടക്ടർ കമ്പനി ആയിരുന്നു ഇഗ്നിറ്റേറിയം. സോ ഇറ്റ്സ് എ പക്ക ഈസി കോർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചുകൂടെ ഇലക്ട്രോണിക് സൈഡ് ആയിരുന്നു ഞാൻ ഇംഗ്ലണ്ട് ആയിട്ടുള്ളത്. സോ ഐ ലൈക്ക് ദിറ്റ് കമ്പനി വെരി മച്ച്. അപ്പം അവരുടെ എക്സാംസ് സാധാരണ പോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ് ആയിരുന്നു അവർ ചോദിച്ചിരുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ എംബഡഡ് ആൻഡ് VLSI ഡൊമൈൻ സ്പ്ലിറ്റ് ഉള്ളതുകൊണ്ട് എംബഡഡ് C, നോർമൽ ലെവൽ ഓഫ് C പ്രോഗ്രാമിംഗ് ആൻഡ് സ്മോൾ കോൺസെപ്റ്റ് ഓഫ് വെരിലോഗ്, അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിന്നിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സ്റ്റിൽ ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അത് നിങ്ങൾ ഉപയോഗിക്കും. ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് മാത്രമല്ല, ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിങ്ങളും അത് ഉപയോഗിക്കേണ്ടി വരും. ആസ് എ പാർട്ട് എവിടെയെങ്കിലും ഒരു പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടി വരും. സോ അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലാണ്. സോ അത്രയും പ്രോ ലെവലായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും അബൌട്ട് ദ കോൺസെപ്റ്റ് ആൻഡ് ഹൗ ടു യൂസ് ദാറ്റ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ഓൺലൈൻ എക്സാം അതായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ റെസ്യൂമെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് നമുക്ക് എന്താണ് കമ്പനീസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് എന്താണ് നമ്മുടെ സ്ട്രോങ് ഫീൽഡ് എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് താല്പര്യമുള്ളത്, അങ്ങനെയൊക്കെയായിരുന്നു. ആൻഡ് പ്രൊജക്ടിനെ കുറിച്ചുള്ള മച്ച് മോർ ഡെപ്ത് ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. സോ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂല് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് ആ പ്രൊജക്ട്സിനെ ബേസ് ചെയ്തും പ്ലസ് കറന്റ് വേൾഡ് ഉപയോഗിക്കുന്ന കുറെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്, ഡെവലപ്മെന്റ് ബോർഡ്സ്, അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഡെപ്തിൽ ഇറങ്ങി ഉള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അവിടെ കുറച്ചുകൂടെ കൺട്രോൾ സിസ്റ്റം വന്നു, കോർ ഇലക്ട്രോണിക്സ് വന്നു, മെമ്മറി മീൻസ് മെമ്മറി അതിന്റെ അലോക്കേഷൻസ്, RIS സ്റ്റാക്ക്, ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് വന്നു. അതായത് ഇന്റലിന്റെ കോർ i3 ആണ്, അതൊന്നുമല്ല സാധാരണ നമ്മൾ 8085, 8086 അതൊക്കെ 8051 അതിന്റെയൊക്കെ കുറിച്ച് ചെറിയ ആർക്കിടെക്ചേഴ്സ്, അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് UART, SPI, I2C, പിന്നെ കുറച്ചുകൂടെ എംബഡഡ് C, അങ്ങനെയുള്ള ചെറിയ അത്യാവശ്യം നല്ല ഡെപ്തിലുള്ള കോൺസെപ്റ്റ് അനാലിസിസ് പ്ലസ് ഒരു ഹാർഡ്വെയർ. ഇപ്പൊ ഒരു അഡിനോ ആണെങ്കിൽ പോലും അഡിനോ എങ്ങനെ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടുന്ന് അവര് നമ്മളെ കൊണ്ട് ചെകഞ്ഞെടുപ്പിച്ചു. അപ്പം കുറച്ചുകൂടെ അഡിനോ, ESP, റാസ്ബെറി പൈസ്, ദെൻ FPGAs, ആ ഒരു ലെവലിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തേ വന്നുകൊണ്ടിരുന്നു. സോ അവിടെ ഒരു വലിയ പാർട്ടായിരുന്നു സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ. തേർഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ കുറച്ചുകൂടെ കോഡിംഗ് ലെവലിലോട്ടായിരുന്നു. സോ embedded and IoT, as for your knowledge, it's a hybrid
ഡൊമൈൻ. സോ ഇതിൽ ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്, രണ്ടും കൂടെ ചേർന്നുള്ളൊരു ഹൈബ്രിഡ് ഡൊമൈൻ ആണ് എംബഡഡ് ആൻഡ് IoT. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഹാർഡ്വെയർ എത്രത്തോളം അറിയാമോ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം. സോ ഹാർഡ്വെയർ നിങ്ങൾ നല്ല പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം. അതായത് ഒരു റെസിസ്റ്റർ അവിടെ മാൽ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്ററിന്റെ വലിയൊരു ചെറിയൊരു കമ്പോണന്റിന്റെ മിസ്ഫംഗ്ഷൻ ആണെന്ന് തിരിച്ചറിയാൻ പാകത്തിന്, മീൻസ് അത്രയും അറിയത്തില്ലെങ്കിൽ പോലും സ്റ്റിൽ യു ഷുഡ് ബി ഏബിൾ ടു ഗെസ് സംതിങ് അബൌട്ട് ദ ഹാർഡ്വെയർ. സോ ആ ലെവൽ ഓഫ് കുറച്ചുകൂടെ സെൻസേഴ്സ് ആൻഡ് ഇന്റഗ്രേഷൻസ്, ഡിഫറെന്റ് സെൻസേഴ്സ് തമ്മിലുള്ള ഒരു കണക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ പിന്നെ ചെറിയൊരു IQ ടെസ്റ്റ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു റൂമിൽ 10-35 പേരുണ്ടെങ്കിൽ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാവും, മറ്റേ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ തേർഡ് റൗണ്ട് ഇന്റർവ്യൂല് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അവര് എക്സ്ട്രീം ഹാഷിങ്, കുറച്ചുകൂടെ ലിനക്സ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇലക്ട്രോണിക്സ് ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് ഒരു സെലക്ടിങ് ക്രൈറ്റീരിയ ആയിട്ട് പോലും പല കമ്പനീസും ഇപ്പം നോക്കുന്നുണ്ട്. സോ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് വിൻഡോസ് പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലസ് പോയിന്റ് ആൻഡ് അഡ്വാൻറ്റേജ്. സോ പ്രോഗ്രാമിംഗ്, എംബഡഡ് സി പ്രോഗ്രാമിംഗ്, വെല്ലോ കോൺസെപ്റ്റ്സ്, അതിന്റെ ഹാർഡ്വെയർ, അതിന്റെ ഡിസൈൻ ആൻഡ് HTML വെരിഫിക്കേഷൻ, RTL വെരിഫിക്കേഷൻ ഒക്കെ. സോ കോഡിംഗ് സ്കിൽസ് ആയിരുന്നു ബേസിക്കലി അതിനകത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടെ IoT-ലോട്ട് മാറി, ESP32 മെയിൻലി, അതായത് വൈഫൈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്ലൂടൂത്ത്, വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ പ്ലസ് ESP32, എങ്ങനെ ഒരു ക്ലൗഡ് വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു തേർഡ് റൗണ്ടില്. സോ ആ സെക്കൻഡ് റൗണ്ട് ആൻഡ് തേർഡ് റൗണ്ട് എന്താണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു 2-3 ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ കമ്പനിയെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കിയുള്ളൊരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇവിടെ കുറച്ചുകൂടെ, അതായത് ബാക്കിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വേറെ കമ്പനീസ്, ഇപ്പൊ ഡെയിമിൽക്ക് ആണെങ്കിലും സോഹോക്ക് ആണെങ്കിലും ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇത് ഉറപ്പായിരുന്നു ഇത് കിട്ടും, അതായത് കുട്ടുപോലെ ഒരു ചോദിച്ച് എല്ലാം പറയാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് ഉത്തരം മുട്ടിപ്പോയത്. അതായത് ലിറ്ററലി ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കയ്യിൽ നിടുമായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിടാനുള്ളത് പോലും നിന്നുപോയി. അത്രയും ഒരു അവസരം ഉണ്ടായി. അപ്പം ലിറ്ററലി according to your interview you can judge that company, how much progress in that company is, how much knowledge that you can acquire from that company. So നിങ്ങൾ അതേപോലെ തന്നെ ഒരു കമ്പനി ചൂസ് ചെയ്യാൻ നോക്കുക. അതായത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി, നിങ്ങളുടെ ഡെവലപ്മെന്റ് മാത്രം മെയിലിൽ നോക്കുക. സോ യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ കോപ്പറേറ്റീവ് ഫീൽഡ്. ഇത്രയും കാലം ഉള്ളതുപോലെയല്ല, നോ വൺസ് ഗോണ കെയർ അബൌട്ട് യു. നിങ്ങൾ വേണം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ. ചെറുതായിട്ടെങ്കിലും താന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങളെ ചവിട്ടിത്തേക്കും. സോ അതൊരു മനസ്സിൽ വെച്ചിട്ട് വേണം എല്ലാത്തിനും മുമ്പോട്ട് പോകാൻ. സോ ഫൈനൽ റൗണ്ട് HR ഇന്റർവ്യൂ, അതിലും ഇത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ടീം വർക്ക്, കുറച്ചുകൂടി ഇൻട്രൊഡക്ഷൻ ഒരു മേജർ പാർട്ടായിരുന്നു. ടീം വർക്ക്, ടൈം മാനേജ്മെന്റ് ഒക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നേ. ദെൻ അത് കഴിഞ്ഞിട്ട് TI ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് ആരെയും എടുത്തില്ല. ബട്ട് റോഹൻ ഫസ്റ്റ്ലി വിസ്റ്റോൺ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. റോയ് ആൻഡ് ഞാനും അവരുടെ ഇത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫൈനലിസ്റ്റ് ആയിരുന്നു. സോ അതിന്റെ ഒരു ബേസിസിൽ എന്താണ്, ഒരു അനലോഗ് ഡൊമൈൻ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. സോ അനലോഗിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു, അത് ക്ലിയർലി എല്ലാ പോയിന്റ്സും, RC സർക്യൂട്ട്സ്, അത് റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട്സ്, ഡയോഡ് സർക്യൂട്ട്സ്, ഒപ്പാംസ്, ട്രാൻസിസ്റ്റേഴ്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഇത്രയാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ റാദർ ദാൻ റെസ്യൂമേ അവർക്ക് ബേസിക്കലി പക്ക ഡെപ്ത്, അതായത് ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് കംപ്ലീറ്റ്ലി ഡെപ്ത് ലെവലിലാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. സോ അത് കംപ്ലീറ്റ്ലി ഞാനാണെങ്കിൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫൈനലി നിങ്ങൾ ഒരു വേറെ ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, അതായത് പ്ലേസ്മെന്റ് സെഷൻ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ആണ്. അപ്പം ക്രോം ബേസിക്കലി യൂസ് ചെയ്യാൻ നോക്കുക. ബ്രേവ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഒപ്പേര യൂസ് ചെയ്യുന്നവരുണ്ടാവും, അപ്പം വേറെ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, നമ്മൾ ആഡ് ബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടി. അപ്പം ബേസിക്കലി എക്സ്റ്റൻഷൻസും ആഡ് ബ്ലോക്കേഴ്സ് ഒന്നും ഇല്ലാത്ത വെബ്സൈറ്റ്, അതായത് ബ്രൗസിംഗ് നോക്കുക. അതായത് മെയിൻലി ക്രോമിൽ തന്നെ എല്ലാ എക്സാംസും ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഞങ്ങൾക്ക് ഷൈഡറിന്റെ ഇന്റർവ്യൂവിൽ ബ്രേവിൽ എക്സാം എഴുതിയ കുറെ പേരുണ്ടായിരുന്നു. അവർക്ക് പകുതി വെച്ചിട്ട് എക്സാം ഡിസ്കണ്ടിന്യൂ ആയി. അവർക്ക് പിന്നീട് അത് ഫ്രീസ് ആയിപ്പോയി, അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഒന്നും എക്സാംസ് ഞാൻ കംപ്ലീറ്റ് പോലും ചെയ്തില്ല. അപ്പോൾ ഓൾവേസ് യൂസ് ക്രോം ബ്രൗസർ ഫോർ ഇന്റർവ്യൂ ആൻഡ് ഓൺലൈൻ എക്സാംസ്. പിന്നെ പ്രൊക്റ്റഡ് ഇന്റർവ്യൂവിന് അത്യാവശ്യം നല്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. കാരണം TA ഇന്റർവ്യൂവിന് അവർ സെലക്ട് ചെയ്ത് കഴിയാൻ നേരത്ത് അവർ രണ്ടാമത് സെലക്ട് ചെയ്തവരുടെ വീഡിയോ, കംപ്ലീറ്റ്ലി എക്സാമിന്റെ വീഡിയോ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ്, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർ, അപ്പം അതിനെ ബേസ് ചെയ്ത് അവർ പിന്നെ എലിമിനേറ്റ് ചെയ്യും. സോ നല്ലൊരു പ്ലെയിൻ എൻവയോൺമെന്റ് പ്രൊക്റ്റഡ് ഇന്റർവ്യൂവിന് ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾ ഒരിക്കലും മസ്റ്റ് പിടിച്ചിരിക്കരുത്. അവരുടെ അടുത്ത് എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്, എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അത് ഡയറക്റ്റ്ലി എടുത്ത് ചോദിക്കുക. അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതായത് അവർ ഹെൽപ്പ് ചെയ്യും.
TID ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഉറക്കെ വേണം ചിന്തിക്കാൻ. അതായത് നിങ്ങൾ പറയുന്നതിൽ നിന്നാണ് അവർ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയുന്നതിലല്ല കാര്യം, അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ട് എത്തിയത് എന്നുള്ളതിലാണ് കാര്യം. സോ ഇറ്റ്സ് എ വേ, നോട്ട് ദ എൻഡ് പോയിന്റ്സ്. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഇറ്റ്സ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഇറ്റ്സ് എ പാത്ത് ഫംഗ്ഷൻ. സോ പിന്നെ ഇന്റർവ്യൂവിനൊക്കെ മൈക്രോസോഫ്റ്റ് ടീംസിലെ ഇന്റർവ്യൂ ഉള്ളതിനകത്തൊക്കെ എങ്ങനെ ഒരു 10-20 മിനിറ്റ് മുമ്പ് എല്ലാം ജോയിൻ ചെയ്ത് വെക്കുക. നല്ല ലോഡിംഗ് ടൈം ഉണ്ട്. സോ നിങ്ങൾ കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്യാന്ന് ഓർത്ത് അപ്പം പിടിച്ച് ലിങ്ക് പിടിച്ച് നിൽക്കുക കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ലേറ്റ് ആവും. സോ അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഒരിക്കലും ലേറ്റ് ആവുന്ന ഇന്റർവ്യൂവിന് പക്ക ടൈമിൽ കയറുക. പിന്നെ ആപ്റ്റിറ്റ്യൂഡ്സ് ഇഷ്ടം പോലെ റിസോഴ്സസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സോ ജസ്റ്റ് ചുമ്മാ എടുത്ത് നോക്കുക. ഞാൻ അവിടെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുണ്ട്. ടൈം ആൻഡ് റിലേഷൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമെട്രി, അറേഞ്ച്മെന്റ്സ്, അതൊക്കെയാണ് ബേസിക്കലി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ അതിൽ കുറച്ചുകൂടെ നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് എനിക്കിപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും പിന്നീട് കാറ്റിനും ഗേറ്റിനൊക്കെ ഉപയോഗിച്ചോളും. പിന്നെ റെസ്യൂമെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതായത് ഓരോ കമ്പനിക്കും ഒരു റെഫറൻസ് റെസ്യൂമെ വെച്ചിട്ട് അതിൽ നിന്ന് സ്ക്രാമ്പിൾ ചെയ്ത് പിന്നീട് എടുക്കാൻ ശ്രമിക്കുക. സോ അതാണ് എന്റെ ഭാഗത്തുനിന്ന്. ഞാൻ കുറെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ കമ്പനിയിലൊന്നും വേറെ ഇലക്ട്രിക്കൽ ആരില്ല. ബട്ട് നിങ്ങൾ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. സോ അതുകൊണ്ട് അവിടുന്ന് പറയാൻ, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേറെ ആരും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പീഡിൽ പറഞ്ഞു പോയി മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം എന്റെ നമ്പർ ഞാൻ ചാറ്റിലിട്ടേക്കാം. സോ ദാറ്റ്സ് ഓൾ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ മനസ്സിലാവില്ല, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായിക്കോളും. ആദ്യം ജോലി കിട്ടുന്നതിൽ അവസാനം ജോലി കിട്ടുന്നതിലും കാര്യമില്ല, ജോലി കിട്ടുന്നതിലാണ് കാര്യം. സോ ഡോണ്ട് ഫ്രസ്ട്രേറ്റ് ഇൻ ദ സിറ്റുവേഷൻ. എനിക്കത് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. എവരിതിങ്സ് ഗോൺ ബി ഓക്കെ. So that was a really amazing session. Thank you so much, Alvin Cheta. And കുറെ നേരം കൊണ്ട് നല്ല ഇഷ്ടംപോലെ ടോപ്പിക്സ് കവർ ചെയ്തു. താങ്ക് യു സോ മച്ച്. നമുക്കൊരു Q&A സെഷൻ ലാസ്റ്റ് വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കാം. സോ നമുക്ക് അടുത്ത സ്പീക്കറിനെ വെൽക്കം ചെയ്യാം. ആൻഡ് വിൽ ബി ഹാവിംഗ് റിദിനസ് ജേക്കബ് ഫ്രം ടാറ്റ എലക്സി. സോ റിദിൻ ചേട്ടാ പ്ലീസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഞാൻ വെച്ചാൽ ഇപ്പം എനിക്ക് അത്രയും പ്രിപ്പയർഡ് അല്ല. കാരണം ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഒരു 6:15 അപ്പം അത്രയ്ക്ക് ഇതാവുന്നില്ല. ഇപ്പം ഞാൻ ചെയ്തപ്പം ഇതെൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഈ ടാറ്റ എലക്സി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആദ്യം എനിക്ക് IBS എന്ന് പറഞ്ഞ കമ്പനി ഇൻ്റർവ്യൂ ആണ്. അത് എന്താ പോകുന്നത് ഞാൻ പറയാം. അപ്പം ഈ ടാറ്റ എലക്സിയിലാണെങ്കിൽ, അല്ല ടാറ്റ എലക്സിയിൽ ഏത് കമ്പനി ആണെങ്കിലും അപ്പോൾ അവർ പറഞ്ഞ പോലെ റോഹൻ റോയും വർഷയും പിന്നെ ആൽബിനൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഈ S6 പരീക്ഷയിലാണ് ഇത് തുടങ്ങിയത്. അപ്പം ആദ്യം വന്ന ടെക്സസ്. അപ്പോൾ ടെക്സസ് ആദ്യം എനിക്ക് കിട്ടിയില്ല. അപ്പം അതിൻ്റെ വിഷമം, ടെക്സസും സ്നൈഡറും കിട്ടിയില്ല, ഇതൊക്കെ വിഷമമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇങ്ങനെ കുറേ കമ്പനിയൊക്കെ വന്നു. പിന്നെ അത് IBS വന്നു. അത് കഴിഞ്ഞാണ് ടാറ്റ എലക്സിനെ വിളിച്ചത്. അപ്പോൾ IBS എനിക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ IBS ഞാൻ ടെക്നിക്കൽ പാസ്സായി. HR എന്താ ഈ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെന്ന് താല്പര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 വർഷം കഴിഞ്ഞ് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അവരെന്നെ റിജക്റ്റ് ചെയ്ത ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഹയർ സ്റ്റഡീസ് താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ താല്പര്യമില്ല അങ്ങനെയൊന്ന് ആ രീതിയിലൊന്ന് പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ ഈ കമ്പനിയെന്ന് വെച്ചാൽ പ്യുവർ കോഡിങ്ങോ അല്ല, പ്യുവർ കോഡോ അല്ല. ടാറ്റ എലക്സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഇൻ്റഗ്രേഷൻ്റെ ഈ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിൽ നമ്മൾ കോഡിങ് ചെയ്യുന്ന ആ ഒരു സംഭവം. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ടാറ്റ സ്കൈയുടെ ഇപ്പോൾ പ്രോജക്റ്റാണ്. ടാറ്റ സ്കൈയുടെ ഒരു സെറ്റപ്പ് ബോക്സ് ഡിസൈൻ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത്. ഇപ്പം ടാറ്റ എലക്സിൽ ഇപ്പം ഇവിടെ ചെന്നൈയിൽ തന്നെ, ഞാൻ ചെന്നൈയില്ല, ഇപ്പം ചെന്നൈയിൽ തന്നെ വേറെ NVIDIA എന്ന് പറഞ്ഞ ചിപ്പ് മാനുഫാക്ചർ അവരുടെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ RTS എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വോഡഫോണിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെ എടുത്തിരിക്കുന്ന ടാറ്റ സ്കൈയുടെ സെറ്റപ്പ് ബോക്സ് ഉണ്ട്. ഇപ്പം ഞാൻ അതിന് വർക്കിലായിരുന്നു. അത് വേണമെന്ന് പെട്ടെന്ന് ഓടി വന്നായിരുന്നു. എനിക്ക് ഇത്രയും സമയം എടുക്കുക, ആ വർക്ക് ഇത്ര സമയം എടുക്കുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. അപ്പം ഇവരെ പ്രിപ്പയർ ചെയ്യുന്ന അത്ര പ്രിപ്പയർഡ് ആയിട്ടില്ല. എന്നാലും മിക്ക കാര്യങ്ങൾ അവർ മുന്നിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പറയാനുള്ള ഇപ്പം റെസ്യൂമെ നന്നായിട്ടൊന്ന് ബിൽഡ് ചെയ്യണം. ഇപ്പം റെസ്യൂമെ കൊടുത്തിരിക്കുന്ന നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ട് ഇപ്പം മിക്കവരും റെസ്യൂമിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ റെസ്യൂമിൽ എന്തൊക്കെയാണ് ഉള്ളത് അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ കാര്യമാണെങ്കിലും എന്തായാലും റെസ്യൂമിൽ പറഞ്ഞതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ എന്താ റെസ്യൂമിൽ ഒരിക്കലും ലൈ ചെയ്യുക, കള്ളത്തരം പറയാതെ. റെസ്യൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം മാത്രം റെസ്യൂം പറയാം. റെസ്യൂമിൽ എല്ലാവരും തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്നുണ്ട്.
പിന്നെ എന്നോട് അതായിരുന്നു പ്രശ്നം. എന്നോട് റെസ്യൂമിൽ എല്ലാം ചോദിച്ചു. ഇപ്പം ഇന്റേൺഷിപ്പ് എവിടെ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ KCB ചെയ്തത്. അപ്പം KCB ഏത് KCB ചെയ്തത്, അവിടെ എങ്ങനെയാ കറണ്ട് വന്നുകൊണ്ടിരുന്നത്, പിന്നെ അവിടുത്തെ കറണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ ചോദിക്കുന്നതിന് അങ്ങോട്ട് ചോദിക്കുന്നതിന് തിരിച്ച് ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു HR ആയിരുന്നു എൻ്റെ. നമ്മൾ എന്ത് ചോദിച്ചാലും തിരിച്ചിങ്ങനെ കൗണ്ടറായിട്ടൊന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എന്നോട് അതാണ് കാറ്റഗറീസ് അങ്ങനെ ചോദിച്ചു. ഇപ്പം കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്നാ, പിന്നെ 555 ടൈമർ IC അതെന്തുവാ, അതിൻ്റെ ഉപയോഗം എന്തുവാ, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചിങ്ങനെ പറഞ്ഞോണ്ടേ. അപ്പം അവർ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ അവർ നോക്കത്തില്ല. ഇപ്പം അറിയത്തില്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് അത് നോക്കത്തുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു വന്നു. ഇപ്പം അതിൽ മിക്കതും എനിക്കറിയാത്തതായിരുന്നു. ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞൊന്ന് സെറ്റാക്കിയതായിരുന്നു. ഇപ്പം ടെക്നിക്കൽ ഇൻ്റർവ്യൂവിൽ അത് കഴിഞ്ഞ് ടെക്നിക്കൽ ഇൻ്റർവ്യൂവിനെ കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിച്ച് ഇറങ്ങിപ്പോയതായിരുന്നു. അപ്പോഴാണ് മെസ്സേജ് വന്നത് അടുത്ത ഇൻ്റർവ്യൂവിൽ HR ഇൻ്റർവ്യൂവിൽ നിന്ന് സെലക്ട് ആയിരുന്നു. അപ്പോഴാണ് മെസ്സേജ് വന്നത്. അപ്പം നമ്മൾ നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് അവർ നോക്കുന്നത്. ഇപ്പം അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, അത് അവർ മിക്ക ഇൻ്റർവ്യൂസും ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെതെന്ന് വെച്ചാൽ കോഡിങ് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പരീക്ഷയ്ക്കാണെങ്കിലും കോഡിങ് 2 ക്വസ്റ്റ്യൻ കോഡിങ് ഉണ്ടായിരുന്നു. പിന്നെ കോഡിങ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നോക്കും. ഇപ്പം അറിയാവുന്ന ലാംഗ്വേജ് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് ഇപ്പം പൈത്തൺ ആണെങ്കിലും C++ ആണെങ്കിലും C ആണെങ്കിലും അറിയാവുന്നത് നന്നായിട്ട് നോക്കിയിട്ടാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ അൽഗോരിതം നോക്കണം. ഇപ്പോൾ കോഡ് നോക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം അൽഗോരിതം. കോഡിങ് അറിയാത്ത കോഡിങ് ഫീൽഡിലോട്ട് പോവുകയാണെങ്കിൽ അൽഗോരിതം നോക്കുന്നതായിരിക്കും. ഒരു പ്രോബ്ലം തന്നാൽ അതിൻ്റെ അൽഗോരിതം നോക്കാനായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം കോഡിങ് ആണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പം ഫസ്റ്റ് ഒരു 2 മാസം ഞാൻ മാർച്ച് കയറിയത്. അപ്പം മാർച്ച് ഏപ്രിൽ ആ സമയം ഫുൾ ഇങ്ങനെ കോഡിങ് എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം C++, ജാവ അതെല്ലാം ഞാൻ ഇപ്പം ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ ചെയ്യുന്ന ബോർഡ് വർക്കാണ്. ബോർഡിനകത്ത് കോഡ് എൻ്റർ ചെയ്ത് ഇപ്പം ആ ഫസ്റ്റ് TV തുറന്നു വരുമ്പോൾ ആൻഡ്രോയിഡ് TV എന്ന് എഴുതി വരുന്ന പോലെ ടാറ്റ സ്കൈ RDK അത് കോഡ് ചെയ്ത് തരണം. അങ്ങനത്തെ രീതിയാണ് ഇപ്പം എൻ്റെ പണി അതാണ്. അപ്പം നമ്മൾ കോഡിങ് ആണെങ്കിൽ നമ്മൾ അറിയാവുന്ന ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതൊന്ന് സെറ്റാക്കി ഒന്ന് പോയാൽ മതി. ഇപ്പം ഇൻ്റർവ്യൂ ആണെങ്കിലും അവരൊരിക്കലും ഏറ്റവും പാടുള്ള കോഡിങ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല. പിന്നെ അവരൊരിക്കലും ഒരു ലാംഗ്വേജും പറയത്തില്ല. ഇപ്പോൾ അവരാണെങ്കിൽ ഇപ്പം പ്രിന്റ് ഓൾ നമ്പേഴ്സ് ലെസ് ദാൻ 10 അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് ആ ലോജിക്ക് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ പ്രോഗ്രാം എഴുതണമെന്നില്ല. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ആയിട്ട് അങ്ങ് ഇല്ല മതി. പിന്നെ നോക്കുന്ന HR ഇൻ്റർവ്യൂ. പിന്നെ HR ഇൻ്റർവ്യൂ നമ്മൾ ചോദിക്കുന്നത് ഇപ്പം കോർ ജോബും IT ജോബും എന്തുകൊണ്ടാണ് IT ഇങ്ങനെ കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം അത് ചോദിക്കുന്നുണ്ട്. മിക്കവാറും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കോഡിങ്ങിലോട്ട് പോകുമ്പോൾ IT ഫീൽഡ് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിനുള്ള ആൻസർ സെറ്റാക്കിയെന്ന്. പിന്നെ ഈ കമ്പനി കയറി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ആരാകാൻ ആഗ്രഹം, പിന്നെ എന്തോ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്, അതൊക്കെയാണ്. പിന്നെ ഏറ്റവും നല്ല മറ്റേ സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോൾ നമ്മുടെ വീട്, പേര്, സ്ഥലം അത് പറയാതെ നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് അതൊക്കെ ഒന്ന് പറഞ്ഞാൽ റെസ്യൂമിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞാൽ അത് ചൂടുന്നതായിരിക്കും. ഇപ്പം റെസ്യൂമുള്ള കാര്യം അവർക്ക് വായിച്ച് ഇതാക്കും. പിന്നെ റെസ്യൂമിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നമ്മൾ ഗേറ്റ് ഇപ്പം എഴുതിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ഒരിക്കലും റെസ്യൂമി വെക്കല്ലേ. ഗേറ്റിൻ്റെ സ്കോർ അങ്ങനത്തെ സംഭവം റെസ്യൂമി വെക്കല്ലേ. അപ്പം എനിക്ക് ഫസ്റ്റ് IBS ഞാൻ പിന്നെ അതാക്കിയത്. IBS ഞാൻ ഗേറ്റ് 3rd ഇയറിൽ പഠിച്ചപ്പോൾ എഴുതിയായിരുന്നു. അപ്പം അതിൻ്റെ റാങ്ക് ഞാൻ IBSൻ്റെ പഠിച്ചു. അപ്പം അത് കാരണം എന്നോട് ചോദിച്ചു ഹയർ സ്റ്റഡീസ് പോകാൻ താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഗേറ്റ് അങ്ങനത്തെ ഹയർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങോട്ട് വെക്കല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടൈമിൽ അവിടെ നിൽക്കുക, അതാണ് അവർ ഇത്. ഒരു കമ്പനി നോക്കുന്ന നമ്മൾ എത്ര സമയം അവിടെ നിൽക്കും. അവർ പെട്ടെന്ന് കമ്പനി ചാടിപ്പോകുന്നതിൽ ഒരിക്കലും ഹയർ ചെയ്യത്തില്ല. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ നമുക്ക് ജോലി ചെയ്യാനാ താല്പര്യം, അങ്ങനെ നോക്കണം. ഇപ്പം ചിലർക്ക് അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം HR വരെ എത്തിയിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താ, നമ്മുടെ വീക്ക്നെസ് എന്നാ, അതൊക്കെ അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ. പിന്നെ HR അത്ര വലിയ പ്രശ്നമാകത്തില്ല. HR ഏറ്റവും മാക്സിമം നമ്മൾ ലെങ്ത് ആക്കാൻ നോക്കാം. ഇപ്പം ഒരു 20-30 മിനിറ്റ് ഒക്കെ കൂട്ടിയാൽ നമ്മളെ ചാൻസ് കൂടും. HR അങ്ങനത്തെ അതാണ് ഇച്ചിവിടെ. ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത HR അത്യാവശ്യം നല്ല ഒരു മലയാളിയായിരുന്നു. അപ്പം അത് അത്ര വലിയ സീനൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ മറ്റേ ടെക്നിക്കൽ റൗണ്ടിലെ പുള്ളി തമിഴാണ്, ചെന്നൈയിലായിരുന്നു. അപ്പം പുള്ളി അത്യാവശ്യം നല്ല ഒരു ഇച്ചിരി
എന്ത് ചോദിച്ചാലും തിരിച്ചിങ്ങനെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ തിരിച്ച് 2-3 ചോദ്യം ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം നമ്മളെ HR നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളനുസരിച്ചിരിക്കും മെയിനായിട്ട്. അപ്പം എന്താ അവരുടെ സമയം ഇപ്പം IBS ആണെങ്കിൽ IBS മാസ് പ്ലേസ്മെന്റ് ആണ് ഒന്ന്. അപ്പം എന്നെ വിളിച്ചെന്ന് വെച്ചാൽ രാത്രി 7:30 വിളിച്ചത്. അപ്പം ആ സമയം എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു വിട്ടേച്ച് ആ ഒരു ടൈമാണ് പറഞ്ഞു വിട്ടേച്ച് അവർക്ക് പോകുന്ന ടൈമാണ്. അപ്പം എല്ലാവരും ഓരോ കാരണം കണ്ടുപിടിക്കുക, ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടി ഓരോ കാരണം കണ്ടുപിടിക്കും. അപ്പം നമ്മളൊരു അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അവർ പറഞ്ഞു വിടും. അപ്പം അവർ അതിനിങ്ങനെ പിടിച്ച് അവർ പറഞ്ഞു. അപ്പം അതായിരുന്നു എൻ്റെ ഗേറ്റിന് അതായിരുന്നു അവർ ചെയ്തത്. അപ്പം ഗേറ്റാണോ അറിയില്ല. എൻ്റെ IBS ടെക്നിക്കൽ പാസ്സായി. പിന്നെ HR അവസാനം വരാന്ന് വെച്ചാൽ അവസാനം ആണ് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് 7:30 HR. അപ്പം മാസ് പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പം പിന്നെയാണ് ടാറ്റാലെക്സി വന്നത്. ടാറ്റാലെക്സി ശരിക്കും ഒരു പ്രതീക്ഷിക്കാതെ പോയി പരീക്ഷ എഴുതി. എന്ന് വെച്ചാൽ ഓണം ഹോളിഡേ കഴിഞ്ഞ് അങ്ങാണ്ടായിരുന്നു കോളേജ് 1 പരീക്ഷ എഴുതണമായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ എഴുതി കിട്ടിയൊരു ഇതാണ്. അപ്പം ടാറ്റാലെക്സി ഇപ്പം എന്നുവെച്ചാൽ ചിപ്പ് മാനുഫാക്ചർ അങ്ങനെ ഇപ്പം കോഡിങ്ങും അല്ല കോറും അല്ല, അങ്ങനത്തെ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം. നമ്മൾ ഹാർഡ്വെയറും ഉണ്ട് കോഡിങ്ങും ഉണ്ട്. അപ്പം ഇവിടെ ചെയ്യുന്ന ലിനക്സ് കോഡിങ്. അപ്പം എല്ലാം ഇപ്പം നമ്മൾ കോഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അൽഗോരിതം നോക്കുന്ന അൽഗോരിതം ഒക്കെ നോക്കുന്നതൊക്കെ അല്ല കോഡിംഗ് ഒക്കെ മറ്റേ ലാംഗ്വേജ് ഇപ്പം ഇങ്ങനെ പഠിക്കേണ്ട അങ്ങനെ ആവശ്യമില്ല. അതിപ്പോൾ ഇവിടെ വന്നാലും പഠിക്കും. അത്രയൊക്കെ ഇപ്പോൾ പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ് പ്ലേസ്മെന്റ്. ചേട്ടാ, നമുക്ക് അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വെക്കുകയാണെങ്കിൽ Q&A സെഷനിലോട്ട് അടക്കാം. സോ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റേസ് ചെയ്തിട്ട് ഞാൻ ഓരോരുത്തരെ വിളിക്കാം. അപ്പം അവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട് വെക്കാം. സോ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാമോ? ആർക്കൊന്നും ചോദിക്കില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് വേണോ ചോദിക്കാം നിങ്ങൾക്ക്. ഇപ്പൊ ഒരു ഏതാണ്ടൊരു 1.5 മണിക്കൂർ സെഷൻ ആയല്ലോ. അപ്പം 4 പേരായിട്ട് അവരുടെ ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വെക്കാം. അവര് നമ്മളോട് പഠിച്ചത് തന്നെയാണല്ലോ. ഫ്രീ ആയിട്ട് എന്ത് ഡൗട്ട് വേണോ ചോദിച്ചോ. ഇഗ്നേറ്ററിനെ കുറിച്ച് ഡൗട്ട് വെച്ചിട്ടുണ്ട്. അത് ഹലോ കേക്കട്ടെ. ആൽബിൻ ചേട്ടാ, ആ ഇഗ്നേറ്ററിനെ കുറിച്ച് ചാറ്റ് ബോക്സ് ഡൗട്ട് പറഞ്ഞു. കണ്ട്. അപ്പം VLSI ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എന്താണ് ഡെപ്ത് ഹാർഡ്വെയർ നോളജും വേണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം VLSI ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്. അതാണ് മെയിൻലി VLSIയുടെ ഒരു പ്രൈമറി ഡിവിഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട് എൻഡ് ആയിരുന്നു അറിയാവുന്ന. ബാക്ക് എൻഡ് എന്താണ് ഒരു വെബ്സൈറ്റ് അതേപോലുള്ള എൻ്റെ ബാക്ക് എൻഡ് ഇല്ലെങ്കിൽ ആപ്പിന്റെ ബാക്ക് എൻഡ് വരുന്നത് തന്നെയാണ്. കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. പക്ഷെ പൈത്തൺ അധികം ഉപയോഗിക്കാറില്ല. പേളൊക്കെയാണ് ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്നത് VLSI ഡൊമൈനിൽ. പിന്നെ ഫ്രണ്ട് എൻഡ് മെയിൻലി RTL ഡിസൈന്, RTL വെരിഫിക്കേഷൻസ്, സോ വെരിലോഗ് അത്യാവശ്യം നല്ല ലെവലിൽ നോളജ് വേണം. ഫ്രം ഡെപ്ത് കോൺസെപ്റ്റ്. സോ അപ്പാർട്ട് ഫ്രം അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് C++, ജാവ, വെരിലോഗ് എന്ന് പറയുന്നത് ഇന്റർലി ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്, HDL ആണ്. സോ അതിനകത്ത് നമ്മളൊരു ഒരു പ്രോഗ്രാമിങ്ങിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ സിയിൽ നമുക്ക് ആ കോൺസെപ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു കുറെ കണ്ടീഷനും സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ വെരിലോഗിൽ അങ്ങനെയല്ല. വെരിലോഗിൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള പക്ക നോളജ് ഉണ്ടെങ്കിൽ വെരിലോഗിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു
നിങ്ങളൊരു കണ്ടിന്യൂസ് അസൈൻമെന്റും സാധാ അസൈൻമെന്റും എന്നുള്ളൊരു, അതായത് നമ്മൾ ഈക്വൽ ടു സൈൻ ഇടില്ലേ, അത് അതായത് ഇപ്പം എ ഈക്വൽ ടു ബി നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റപ്പ്, അതൊരു ലൂപ്പിനകത്ത് നമ്മൾ കൊടുക്കാൻ നേരത്തെ കണ്ടിന്യൂസ് അസൈൻമെന്റാണ് കൊടുക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് ദ ലൂപ്പ് നമ്മൾ സാധാ അസൈൻമെന്റ് കൊടുക്കുന്നു, ഇൻസൈഡ് ദ ലൂപ്പ് നമ്മൾ കണ്ടിന്യൂസ് അസൈൻമെന്റ് കൊടുക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഒരു കോഡ് ലെവലിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാർഡ്വെയർ ലെവൽ വി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. അതായത് ഒരു കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വയറാണ്, സാധാരണ നമ്മളൊരു വയർ, അതായത് നമ്മൾ എഴുതുന്ന വെരിലോ കോഡ് എന്ന് പറയുന്നത് RTL കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കൺവേർട്ടഡ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ റെസിസ്റ്ററും കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എന്താണ് ഒരു മൈക്രോ കൺട്രോളറിനകത്തോട്ടാണ്, ഇല്ലെ ഒരു മൈക്രോ പ്രോസസറിനകത്തോട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എഴുതുന്ന വെരിലോ കോഡ് എന്ന് പറയുന്നത് ഹാർഡ്വെയറിന്റെ കണക്ഷൻ നമ്മൾ കോഡിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിനകത്ത് മക്സ് ഉണ്ടാവും, ഡിമക്സ് ഉണ്ടാവും, കമ്പറേറ്റർ ഉണ്ടാവും, എന്താണ് ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്റർ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും. സോ നമ്മളത് കോഡിൽ എഴുതുകയാണ് ചെയ്യുന്നത്. സോ ആ കോഡ് എങ്ങനെയാണ് ഈ ഹാർഡ്വെയർ ആയിട്ട് കൺവേർട്ട് ആവുന്നത്, അതായത് നമ്മളിപ്പോ ഒരു ഈഫ് ലൂപ്പ് എഴുതി, അപ്പം അത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒരു മക്സ് ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുന്നത്, ഒരു ഇല്ലെങ്കിൽ FSM ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു സാധാ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു വയറാണ്, അതായത് എയുടെ ഔട്ട്പുട്ട് ഉണ്ട്, അത് നേരെ എടുത്ത് ബിയിലോട്ട് കൊടുത്തു, അപ്പം എ കണക്റ്റഡ് ടു ബി, അതൊരു വയർ. പക്ഷേ കണ്ടിന്യൂസ് അസൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിറ്റ് മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പം 2 ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ ഒരെണ്ണത്തിൽ എയുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ട് വേണം ബിക്ക് വർക്ക് ചെയ്യാൻ. പക്ഷേ എ വർക്ക് ചെയ്യുന്ന സ്പീഡിലാണ്, ബി വർക്ക് ചെയ്യുന്നത് പയ്യാണ്. അപ്പം എയുടെ ഔട്ട്പുട്ട് ബിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അപ്പം ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എയുടെ ഔട്ട്പുട്ട് മാറിയേക്കാം. അപ്പം നമുക്ക് എന്താണ് ഡാറ്റ ലോസ് ആണ് വരുന്നത്. അപ്പം നമുക്കൊരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ശരിയാവില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് അസൈൻമെന്റ് യൂസ് ചെയ്യുന്നത്. സോ ആ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് വേണ്ട വാല്യൂ ബി അക്സെപ്റ്റ് ചെയ്യുന്ന വരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ എന്ന് മേടിക്കത്തുള്ളൂ. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ് അസൈൻമെന്റ് ആൻഡ് നോർമൽ അസൈൻമെന്റ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആണ്. അതല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന ഒരു FSM എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു ഒപ്പാം എങ്ങനെ റിയലൈസ് ആവുന്നു, ഒരു മക്സ് ഡിമക്സ് എങ്ങനെ റിയലൈസ് ആവുന്നുള്ള പക്ക ഒരു ഹാർഡ്വെയർ ലെവൽ ഓഫ് നോളജും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് VLSI നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ളൊരു എന്താണ് ലെവലിലോട്ട് നമ്മൾ എത്തുള്ളൂ. സോ ബേസിക്കലി വെരിലോഗ് കോഡിങ് പഠിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ് വെരിലോഗ്, എങ്ങനെയാണ് അത് കൺവേർട്ടഡ് ആവുന്നത് എന്ന് നോക്കുക. സോ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രം ബിഗിനർ ടു എന്താണ് അത്യാവശ്യം ഒരു ഹാർഡ് കോഡ് ലെവൽ കോഡിലോട്ട് എത്താൻ പറ്റുന്ന രീതിക്ക് ഉള്ളതാണ്. നാൻഡ് ലാൻഡ് എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര്. സോ അതിനകത്ത് ചെറിയ ചെറിയ ഇത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് സോൾവ് ചെയ്യാം. അതുവരെ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. ട്രൈ ടു സോൾവ് ഇറ്റ് ഓൺ യുവർ ഓൺ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സൊല്യൂഷൻ നോക്കുക, എക്സ്പ്ലനേഷൻ നോക്കുക, നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. പിന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് റിസോഴ്സസ് അവൈലബിൾ ഉണ്ട്. പിന്നെ വെരിലോഗ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നതിൽ ഒരു കൺസ്ട്രെയിന്റ് ഇല്ല. കാരണം നമുക്ക് ഒരു FPGA-യിലാണ് വെരിലോഗ് ഇംപ്ലിമെന്റ് ചെയ്താൻ പറ്റുക. അപ്പം FPGA റിയലി കോസ്റ്റ്ലി ആണ്, നമുക്കത് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ അതിനുള്ള ഏറ്റവും വലിയ ഗുണമാണ് ടെസ്റ്റ് ബെഞ്ച്. നമുക്ക് വെരിലോഗ് ഉപയോഗിക്കാൻ ഒരു ഹാർഡ്വെയറിന്റെ ആവശ്യമില്ല. നമുക്ക് പിന്നെ ടെസ്റ്റ് ബെഞ്ച് ചെയ്ത്, അതായത് ഇപ്പൊ ഇന്ത്യൻ ഇൻപുട്ട് ആണ് ഒരു സെൻസർ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു കോഡ് എഴുതി ടെസ്റ്റ് ബെഞ്ചിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഇല്ലാണ്ട് തന്നെ നമുക്ക് വെരിലോഗ് ചെയ്യാം. സോ ദർ ഇസ് നോ എക്സ്ക്യൂസ് ഇൻ ഡൂയിങ് സെറ്റ് തിങ്സ്. കോസ്റ്റ്ലി ആണ്, നമുക്ക് കമ്പോണൻസ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ലിറ്ററലി വി ആർ ബിൽഡിംഗ് ദാറ്റ് ഹാർഡ്വെയർ ഇൻസൈഡ് എ കോഡ്. സോ അതാണ് ഫ്രണ്ട് എൻഡ്. അപ്പം കുറച്ചുകൂടെ VLSI. പിന്നെ അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് ലെവൽ നോളജ് നല്ലതുപോലെ വേണം. ഗേറ്റ് എന്ന് ഉദ്ദേശിച്ചത് നാൻഡ്, നോർ, ഗേറ്റ്സ് അതൊക്കെയാണ്. അപ്പം നാൻഡ് മെയിൻലി എല്ലാ മെമ്മറി സ്ട്രക്ചേഴ്സ് വരുന്നത് അതിനകത്താണ്. പിന്നെ മെമ്മറി ആർക്കിടെക്ചേഴ്സ്, റിസ്ക് ലെവൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, സിസ്ക് ലെവൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മെമ്മറി അലോക്കേഷൻ, മെമ്മറി മാനേജ്മെന്റ്, പിന്നെ കുറച്ചുകൂടെ എന്താണ് ഒപ്റ്റിമൈസേഷൻ, ഹാർഡ്വെയർ ഒപ്റ്റിമൈസേഷൻ, ടെസ്റ്റിങ്, ചെറിയ ചെറിയ ഹാർഡ്വെയർ കമ്പോണൻസ് ഒക്കെയാണ് അതിനകത്ത് കുറച്ചുകൂടെ എന്താണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പം എന്താണ് ഹാർഡ്വെയർ പ്ലസ് ഒരു സോഫ്റ്റ്വെയർ സാധനമാണ് VLSI. അപ്പം കോഡ് അതേപോലെ തന്നെ ഹാർഡ്വെയർ നല്ലതുപോലെ നോക്കുക. ഐ തിങ്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു, ഡിജിറ്റൽ ആൻഡ് അനലോഗ് VLSI. സോ ബേസിക്കലി അനലോഗിൽ നിന്നാണ് ഡിജിറ്റൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. സോ യു ഷുഡ് നോ ഹൗ ആൻ അനലോഗ് കമ്പോണന്റ് വർക്ക് ടു ഐഡന്റിഫൈ ഹൗ എ ഡിജിറ്റൽ കമ്പോണന്റ് റെസ്പോണ്ട്. സോ നിങ്ങൾക്ക് ആദ്യമേ അനലോഗ് ലെവലിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഡിജിറ്റലിലോട്ട് എത്താൻ പറ്റുള്ളൂ. ബട്ട് കമ്പയറിംഗ് ടു ടുഡേസ് ട്രെൻഡിങ്
ഡിജിറ്റൽ ലെവൽ VLSI ആണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ അനലോഗ് ലെവലിലുള്ള ഒരു ട്രമൻഡസ് സ്പൈക്ക് നമുക്ക് ഒരു 5-6 വർഷം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ നമ്മുടെ കറണ്ട് അക്കോർഡിംഗ് ടു മൂസ്ലോ നമ്മുടെ കറണ്ട് എന്താണ് ഇന്റഗ്രേഷൻ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി മണ്ടലോട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനില്ല. സോ വി ആർ ഗോയിങ് ഫോർ അനദർ ടൈപ്പ് ഓഫ് ചിപ്പ് ലെവൽ ഇന്റഗ്രേഷൻസ്. സോ അവിടെ വലിയൊരു പങ്ക് വഹിക്കാൻ പോണത് AI ആയിരിക്കാം. പക്ഷേ അതേപോലെ തന്നെ AI ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അനലോഗ് ഡിവൈസസ് ആയിരിക്കാം. അപ്പം ഡിജിറ്റലിനകത്തോട്ട് എന്താണ് ഡിജിറ്റലാണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഡിജിറ്റൽ നമുക്ക് നോക്കാം. ബട്ട് അനലോഗില് ഒരു അത്യാവശ്യം ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് നോളജ് ഉണ്ടായിട്ട് ഡിജിറ്റൽ നോക്കുന്നതായിരിക്കും എപ്പോഴും പ്രിഫറബിൾ എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നും ഞാൻ അത്യാവശ്യം ഉള്ള ചെറിയൊരു നോളജ് ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ എക്സ്പ്ലോർ അബൌട്ട് ദാറ്റ്. ഡിജിറ്റൽ VLSI കുറച്ചുകൂടെ എന്താണ് ഡെപ്തിൽ നമുക്ക് എന്താണ് ആസ് ആൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നമ്മളിവിടെ പഠിക്കുന്നതിന് വെച്ചിട്ട് നമുക്ക് കൊമ്പൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം SSDs, മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, അതേപോലെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ്, നെറ്റ്വർക്കിംഗ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഡിജിറ്റൽ VLSIക്കകത്ത് വരുന്നുണ്ട്. സോ ഡിജിറ്റൽ VLSI ഈസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നല്ല, a good option in current situation, but it can change in coming years. സോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഇനി ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് വർഷ ചേച്ചി, ആൽബിൻ ചേട്ടാ, ഋതിൻ ചേട്ടാ, റോഹൻ ചേട്ടാ ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് എല്ലാവർക്കും വളരെ ഇൻസൈറ്റ്ഫുൾ ആയ ഒരു സെഷൻ കൊടുത്തതിന്. നിങ്ങളെല്ലാവരും ബിസിയാണെന്നറിയാം. ആൻഡ് പ്ലേസ്മെന്റ് ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ ബിസി ആയിരുന്ന ടൈമിലും ഇവിടെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും നല്ല ഇൻസൈറ്റ്ഫുൾ സെഷൻ കൊടുത്തതിന്. സോ നമുക്കിപ്പോൾ മീറ്റിംഗ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. All the best, guys.